a company secretary. The board may discuss many secret things with you. A board may ask you to do some research on some particular subject. The board may assign a work of interacting with the prospective buyer or seller. As a legal person, you definitely ഈ ബോർഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുണ്ട്. ഞാൻ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നതിന് മുമ്പ് വൈ ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു എന്നാണ് ഞാൻ പറയുന്നത്. ആസ് എ കമ്പനി സെക്രട്ടറി നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ട്രാപ്പ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഇൻസൈഡർ ട്രേഡിംഗ്. കാരണം ഇൻസൈഡർ ഇൻഫർമേഷൻസിന് 100% ആക്സസ് ഉള്ള ഒരാളാണ് കമ്പനി സെക്രട്ടറി. ഫസ്റ്റ് കേസ്. സെക്കൻഡ്, ഒരു കമ്പനിയിൽ ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള കംപ്ലയൻസ് ഓഫീസർ കമ്പനി സെക്രട്ടറിയാണ്. ആരൊക്കെയാണോ ഏതൊക്കെ എംപ്ലോയീസ് ആണോ നമ്മുടെ കമ്പനിയുടെ സെക്യൂരിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരൊരു ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് തരണം. ആ ട്രേഡിംഗ് പ്ലാൻ മിനിമം 6 മാസമെങ്കിലും പഴയതായിരിക്കണം. അതനുസരിച്ച് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. നിയമമുണ്ട്. അയാൾ അങ്ങനെയേ ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്നും അത് വയലേറ്റ് ചെയ്യുന്നില്ല എന്നും ഉറപ്പ് വരുത്തേണ്ട ആളുമാരാണ് കമ്പനി സെക്രട്ടറിയാണ്. ഈ CMSLലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏത് എന്ന് ചോദിച്ചാൽ മാർക്ക് വൈസ് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ റാങ്ക് ICDR, LODR, SAST ആൻഡ് ഇൻസൈഡർ ട്രേഡിംഗ്, PTP. ഈ 4 ചാപ്റ്റർ റോക്ക് ബോട്ടം 40 മാർക്ക് തരും. ഓപ്ഷൻസ് അടക്കം ഉറപ്പാണ്. അതുകൊണ്ട് ഇത് വളരെ ഈസി ചാപ്റ്ററാണ്. ആകെ 32 പേജ് മറ്റുള്ള ഈ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ്. 2 ചാപ്റ്റർ കഴിഞ്ഞ ചാപ്റ്ററും ചെറുതായിരുന്നു. വളരെ സിമ്പിളാണ് പഠിച്ചാൽ. അതായത് ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ അത് വളരെ സിമ്പിളാണ്. ക്ലാസ്സിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വായിച്ചാൽ ഈ ടോപ്പിക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. CMSലൊന്നും മാർക്ക് സ്കോർ ചെയ്യുന്ന ബുദ്ധിമുട്ടല്ല. CMSൽ എപ്പോഴാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തതെന്ന് അറിയാമോ? നമുക്ക് അതിൻ്റെ ബേസിക്സ് ഇല്ലാത്തപ്പോഴാണ്. അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. ഈ CMSൽ പറയുന്ന എല്ലാ സബ്ജക്റ്റിനും ഒറ്റ റീസണേ ഉള്ളൂ. വാട്ട് എവർ ആക്ഷൻസ് ആർ ബീൻ ടേക്കൺ ബൈ ദ SEBI, വാട്ട് എവർ റെഗുലേഷൻസ് ക്രിയേറ്റഡ് ബൈ SEBI, ദ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മാർക്കറ്റ്, ദ ഇൻവെസ്റ്റർ, അല്ലെ, ദ ഇക്കണോമി. ഇതാണ് ഇത് ഉദ്ദേശം. അതനുസരിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇൻസൈഡർ ട്രേഡിംഗ്. ലെസൺ 13, ഇൻസൈഡർ ട്രേഡിംഗ്, PIT regulations. എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ്? വാട്ട് ഡു യു മീൻ ബൈ ഇൻസൈഡർ ട്രേഡിംഗ്? ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ട്രേഡിംഗ് ഇൻ ദ സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി യൂസിങ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നോട്ട് അവൈലബിൾ ടു പബ്ലിക്. പബ്ലിക്കിന് അവൈലബിൾ അല്ലാത്ത ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ, സീക്രട്ട് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ സെക്യൂരിറ്റികളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇൻസൈഡർ ട്രേഡിംഗ്. ഇപ്പോൾ ഈ വിപ്രോയുടെ കേസിലും ഇൻഫോസിസിന്റെ കേസിലും ഉണ്ടായത് എങ്ങനെയാണ്? അവരെക്കാട്ടിലും കൂടുതൽ മറ്റൊരാൾക്കാരാണ് ട്രേഡ് ചെയ്തത്. പക്ഷേ അവിടെ ഈ ഇൻഫർമേഷൻ ആക്സസ് ഉണ്ടായിരുന്ന ഒരാളിൽ നിന്നും അവർക്ക് ആക്സസ് ഉണ്ടായിരുന്നു എന്നത് പോലും എന്തായിട്ട് മാറ്റും? ഇൻസൈഡർ ട്രേഡിംഗ് ആക്കിയിട്ട് മാറ്റും. സോ ദ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ടു ഹൃദയ. ആൻഡ് ഹൃദയയുടെ കുടുംബത്തിലെ ചേട്ടൻ്റെ, ചേച്ചിയുടെ, മാമൻ്റെ മോൻ ട്രേഡ് ചെയ്താലും അതെന്തായിട്ട് കണക്കാക്കും? ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കും. ഇഫ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം അതിന് പാറ്റേൺ വെച്ചാണ് പിടിക്കുന്നത്. അത് വല്ലാത്തൊരു കേസാണത്. ഇൻഫോസിസിന്റെ വിപ്രോന്റെയും ഒരിക്കലും പിടിക്കാൻ സാധ്യതയില്ലാത്ത കേസായിരുന്നത്. നെവർ എവർ. കാരണം 6 years ബാക്ക് ദേ ലെഫ്റ്റ് ദ കമ്പനി. ഈ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഒരു വലിയൊരു ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ സ്ക്രിപ്റ്റിലെ അബ്നോർമൽ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യുകയും ഇത് ഏത് അക്കൗണ്ടിൽ കൂടെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് അക്കൗണ്ടിൽ കൂടെയാണോ അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലാണോ നടക്കണമെന്ന് തോന്നുകയും അന്വേഷിക്കുകയും അതിലേതെങ്കിലും തരത്തിൽ ഇവരുമായിട്ട് എന്തെങ്കിലും റിലേഷനോ ചെക്ക് ചെയ്യുകയും ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, ഒരു CID ഇൻവെസ്റ്റിഗേഷനാണ്. അങ്ങനെ അവർ പിടിച്ചേ 200 ചില്ലാനും കോടി രൂപയായിരുന്നു അവിടുന്ന് പിടിച്ചെടുത്തത്, അവരിൽ നിന്ന് പിടിച്ചെടുത്തത്. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഇൻഫർമേഷൻ നിങ്ങളൊരു മെസ്സേജ് ആയിട്ടോ, യുവർ കമ്പനി ഇസ് ഗോയിങ് ടു ടേക്ക് ഓവർ സം അതർ കമ്പനി, യു നോ ദ ഇൻഫർമേഷൻ. നിങ്ങൾ ആരോടും പറയുന്നില്ല. നിങ്ങളങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയാണ് നന്ദനയോട്, നന്ദന ഞങ്ങളുടെ ഇങ്ങനെ വലിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്, ഓരോ കമ്പനികളൊക്കെ ടേക്ക് ഓവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പനികൾ ഒന്ന് ഇപ്പോൾ ഏതാണ്? ഇന്ന കമ്പനിയാണ്. ഇത്രയും പറഞ്ഞാൽ മതി. ഐ നെവർ സെഡ് ദാറ്റ് വി ആർ ഇൻ ഡിസ്കഷൻ വിത്ത് ദം. I never said we are going to take over, but that information is indirectly passed.
Still that is transmission of unpublished price sensitive information, you will be penalized. കേട്ടോ, അത് നല്ലോണം വായനാവ് ഒതുക്കാൻ അറിയണം. വളവളവളവളവളോന്ന് പറയണവർ കുടുങ്ങും. മനസ്സിലാവണേ ഞാൻ പറയണത്? യു ഷുഡ് നോ ഹൗ ടു കീപ് എ സീക്രട്ട്. You may not be able to tell your wife or husband or children about it. They are not supposed to. അവരത് ആരോടും പറഞ്ഞാലോ, കുട്ടിയോട് ഒന്ന് പറയാനേ, കുട്ടിയെ മോനെടാ ഞാൻ ഇന്നലെ റിലയൻസിൻ്റെ ഓഫീസിൽ പോയി, അവിടെ അമ്മയ്ക്കെല്ലാം അച്ഛനൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഉടനെ ചേട്ടൻ എന്ത് പറയും, മോനവിടെ പോയിട്ട് പറയും സ്കൂളിൽ പോയിട്ട്, ഞാൻ അറിയാം എൻ്റെ അമ്മയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛനെ കുറിച്ചിട്ട്, she used to go to Reliance in Birla, yesterday she was in Birla or he was in Birla, he was discussing many things. ഞങ്ങളുടെ കമ്പനി വലിയ കമ്പനിയാണ്. ഈ കുട്ടി അച്ഛനോട് പോയി പറയും. അച്ഛൻ ട്രേഡ് ചെയ്യുന്ന ആളാണെന്ന് കണക്കാക്കുക, അയാൾ തന്നെ റിലേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്താലോ നമ്മൾ പെട്ടേട്ടാ. സ്റ്റാറ്റസ്, ഐ ആം ഇൻ എ മീറ്റിംഗ് വിത്ത് റിലയൻസ്. സ്റ്റാറ്റസ്, മൊബൈൽ സ്റ്റാറ്റസ് ഇനഫ് ടു ക്യാച്ച് യു. അതുകൊണ്ടാണ് വലിയ വലിയ കോർപ്പറേറ്റ് ലീഡേഴ്സ് ഒന്നും ഈ ആൻഡ്രോയിഡ് ഫോണും ആപ്പിൾ ഫോണും ഉപയോഗിക്കണമെങ്കിൽ ആപ്പിളേ ഉപയോഗിക്കത്തുള്ളൂ. ആപ്പിളിൻ്റെ വില കൂടിയോണ്ടതല്ല, അതിൻ്റെ പ്രൈവസി ഭയങ്കരമാണ്. ഇപ്പോൾ ലൊക്കേഷൻ പോലും ആക്സസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. ഞാൻ പ്രൊട്ടക്ട് ചെയ്താൽ യു കനോട്ട് ആക്സസ് മൈ ലൊക്കേഷൻ ആൾസോ. ആൻഡ്രോയിഡിൽ എങ്ങനെ വേണമെങ്കിൽ ലൊക്കേഷൻ ആക്സസ് ചെയ്യാം. പ്രിസൈസ് ലൊക്കേഷൻ കൊടുക്കുകയില്ല ആപ്പിൾ. ഗവൺമെൻറ് ചോദിച്ചാലേ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഡബ്ബ ഫോണില്ലേ, ആ 16 കീ ഫോൺ അല്ലെങ്കിൽ 18 കീ, അതാണ് ഉപയോഗിക്കുക. എല്ലാവരും അത് ഉപയോഗിക്കുക. എന്നുവെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഞാൻ പെടുകയെന്ന് അറിയില്ല. സോ ഇൻസൈഡർ ഈ റെഗുലേഷൻ പേടിക്കേണ്ട റെഗുലേഷനാണ്. അറിഞ്ഞോ അറിയാതെ പെട്ടുപോകും. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. ഇന്റൻഷൻ നോൺ ഇന്റൻഷണൽ ആൾസോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. യു വിൽ ബി ഇൻ ട്രബിൾ. സോ ബി കെയർഫുൾ ഓഫ് ദിസ്. കാരണം ഇതിന്റെ പെനാൽറ്റി ആകുമ്പോൾ നിങ്ങൾ പേടിച്ചോളും. ദ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനെ നമ്മൾ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നു. അതായത് ജനങ്ങൾക്ക് അവൈലബിൾ അല്ലാത്ത എന്നാൽ കമ്പനിയുടെ ഷെയറിന്റെ വിലയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സച്ച് ഇൻഫർമേഷൻ ഈസ് സച്ച് ഇൻഫർമേഷൻ നിങ്ങൾ എന്തിനു ചെയ്യുന്നു, പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗിൽ ലാഭം ഉണ്ടാക്കുക എന്നല്ല, ലാഭം ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന നഷ്ടം നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാം. ഉദാഹരണം, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI ബാങ്ക്. ഈ IDBI ബാങ്കിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. 60.7% ഷെയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും LIC ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർ മെജോറിറ്റി സ്റ്റേക്ക് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ, മുഴുവൻ സ്റ്റേക്കും ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് അനൗൺസ് ചെയ്തു. അതിന് ബിഡുകൾ സ്വീകരിച്ചു. 13% മാത്രമാണ് ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് IDBI ബാങ്കിന്റെ ഷെയർ വാങ്ങാൻ വേണ്ടി വന്നത്. ബാക്കി മെജോറിറ്റി ഷെയർ വാങ്ങാനും ആരും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ IDBI ബാങ്കിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ചു എന്നൊരു ന്യൂസുണ്ട്. ഇന്ന് 13% ഷെയർ വീണിട്ടുള്ളത്. 88-89 റുപ്യ ഷെയറിനാണ് വില. ഇപ്പോൾ 72 റുപ്യ മറ്റാണ് ഇന്ന് രാവിലെ ഈ നേരം കൊണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു ഇൻഫർമേഷൻ ഇല്ലേ? അതായത് IDBI ബാങ്കിന്റെ ഈ ഡിസ്കഷൻ നടക്കുന്നതും ഈ പൈസ കിട്ടുന്നത് ഒരു ദിവസമാണോ, ഒരു മിനിറ്റിലാണോ? അല്ല, ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഇതിൽ ചില ആൾക്കാർ ആൾറെഡി ഈ ഇൻഫർമേഷൻ അറിയുന്ന ആൾക്കാരുണ്ടാവും. ഇത് നമുക്ക് മുഴുവൻ കിട്ടുന്നില്ല, നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്ന് അറിയുന്ന ആൾക്കാരുണ്ടാവും. അവർ ഇന്നലെ ആ ഷെയർ വിറ്റിട്ടുണ്ടെങ്കിലോ, ഇൻസൈഡർ ട്രേഡിംഗ് ആയി. ഇന്നലെ അയാൾ ഷെയർ വിറ്റ ആൾക്ക് ലാഭം ഉണ്ടാവുക, നഷ്ടമില്ലാണ്ടാവുക ചെയ്യുക? നഷ്ടമില്ലാണ്ടാവുക. കാരണം ഇന്നലെ രാത്രി വിറ്റെങ്കിൽ ഇന്ന് രാവിലെ അതിൻ്റെ വില എത്രയാണ്? 80 റുപ്യക്ക് 85 റുപ്യക്ക് വിറ്റു. ഇന്ന് 70 രൂപയാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്തു? അത്രയും ബാലൻസ് പൈസ അയാളുടെ നഷ്ടമില്ലാണ്ടായി. അപ്പോൾ ഇൻസൈഡർ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് അല്ല നമ്മൾ നോക്കുന്നത്. അയാൾ ആ ഇൻസൈഡർ ഇൻഫർമേഷൻ വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കാം, അല്ലെങ്കിൽ നഷ്ടം നികത്തിയിരിക്കാം, നഷ്ടമില്ലാതെ ആക്കിയിരിക്കാം. ഇത് രണ്ടും എന്താണ്? ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കും. സപ്പോസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി നോസ് ദാറ്റ് ദ കമ്പനി വിൽ സൂൺ അനൗൺസ് ഹ്യൂജ് പ്രോഫിറ്റ്. ഒരു കമ്പനിയുടെ ഡയറക്ടർക്ക് അറിയാം ആ കമ്പനി ഒരു ഹ്യൂജ് പ്രോഫിറ്റ് കൊടുക്കാൻ പോവുകയാണ് എന്നറിയാം. ആ ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുമ്പ് കമ്പനി ഡയറക്ടർ എന്ത് ചെയ്യുന്നു? ഷെയർ വാങ്ങുന്നു. കമ്പനിയുടെ ഷെയർ ആര് വാങ്ങുന്നു? ഡയറക്ടർ വാങ്ങുന്നു. വെൻ ദ പ്രോഫിറ്റ് അനൗൺസ് മെയ്ഡ് പബ്ലിക്കിന് ആ പ്രോഫിറ്റ് അനൗൺസ് ചെയ്തപ്പോൾ ഡെഫിനറ്റ്ലി ദ കമ്പനിയുടെ ഷെയറിന്റെ വില കൂടുന്നു. ഇതിനെ നമ്മൾ അതുവഴി ഡയറക്ടർക്ക് എന്തുണ്ടാകുന്നു? ലാഭം ഉണ്ടാകുന്നു. ഇത് ഇൻസൈഡർ ട്രേഡിംഗ് ആണോ രുചിത്ത? ആണോ? ഉറപ്പായിട്ടും ആയിക്കോട്ടെ. ഇത് ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ഇതുവഴി അയാൾ എന്ത് ചെയ്തു? അയാൾ ആ PIT റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തു. ജനസിസ് ഈ നിയമം എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്.
ഇൻസൈഡർ ട്രേഡിംഗ് കെയിം ഇൻ ടു എക്സിസ്റ്റൻറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റ് ഡെവലപ്മെന്റ് വഴി വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രതിഭാസമാണ് ഇൻസൈഡർ ട്രേഡിംഗ്. ട്രേഡിംഗ് ലോകത്ത് മുഴുവനും, സെക്യൂരിറ്റികളുടെ ട്രേഡിംഗ് ലോകത്ത് മുഴുവനും വളർന്നു. ചില ഇൻസൈഡേഴ്സ് എന്ത് ചെയ്തു? കോൺഫിഡൻഷ്യൽ കോർപ്പറേറ്റ് ഇൻഫർമേഷൻ പല രീതിയിലും ആക്സസ് ചെയ്യുകയും അതുവഴി അവർ ലാഭമുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. പലർക്കും നമുക്കൊന്നും ചില ഇൻഫർമേഷൻസ് അറിയില്ലായിരിക്കാം, പക്ഷേ റിലയൻസിനെ കുറിച്ച്, റിലയൻസിന്റെ ക്ലോസ് സർക്കിൾ ആൾക്കാർക്ക് പല ഇൻഫർമേഷൻ അറിയുമായിരിക്കാം. അവർക്ക് ഇത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ? ആ തെറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ PIT റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. എന്താണ് ഈ ഒരു ഇൻസൈഡർ ട്രേഡിംഗ്? ഇറ്റ് ഹാസ് ബിക്കം എ മേജർ ചലഞ്ച് ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് റെഗുലേറ്റേഴ്സ് അക്രോസ് ദ ഗ്ലോബ്. ലോകത്ത് മുഴുവനുള്ള ഇൻവെസ്റ്റേഴ്സിനും റെഗുലേറ്റേഴ്സിനും ഇത് വളരെ വലിയൊരു ചലഞ്ചായിട്ട് മാറി. റീസൺ ഫോർ കൺസേൺ: ഇൻസൈഡർ ട്രേഡിംഗ് എന്ത് ചെയ്യുന്നു? അൺഫെയർ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഒരാൾക്ക് മറ്റൊരാളുടെ മുകളിൽ അൺഫെയർ അഡ്വാൻറ്റേജ്. ബിക്കോസ് നന്ദന ആൻഡ് ഐ ആം ഇൻവെസ്റ്റിംഗ് സെയിം മണി ഇൻ ടു ദ മാർക്കറ്റ്, but Nandana have some confidential information and she is using that information to invest. I don't have access to that information. I am investing in the market. So she may make profit, I may not make profit. അപ്പോൾ എന്താ സംഭവിക്കുക? അതൊരു തെറ്റായ രീതിയിലുള്ള ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടുന്നു? നന്ദനയ്ക്ക് കിട്ടുന്നു. Then it reduces investor confidence. ഇൻവെസ്റ്ററുടെ കോൺഫിഡൻസ് ഇത് കുറയ്ക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്ററുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്നു. കാരണം എന്താണ്? നമ്മളെങ്ങനെ വിശ്വസിക്കുക? അവരുടെ കയ്യിലൊക്കെ എല്ലാ നമ്മുടെ കയ്യിൽ ഒരു വിവരവും ഇല്ല. നമ്മളെന്താ പറഞ്ഞിട്ട് കാര്യം? നമ്മുടെ ആൾക്കാർ പറയേ, ഈ മൊബൈൽ ഉപയോഗിക്കാത്ത മുത്തശ്ശിമാരൊക്കെ പണ്ട് എന്താ പറഞ്ഞിരുന്നത്? ഇപ്പോഴൊന്നും പറയാറില്ല. എന്താ പറയുന്നത്? കുട്ടിയെ, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനൊന്നും അറിയില്ല, പിന്നെ ഈ സാധനം എങ്ങനെ ടീം നടിക്കാൻ അറിയില്ല, പിന്നെ അത് എങ്ങനെ അത് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അല്ലാതെ ആൾക്കാർ. നമ്മുടെ വീട്ടിൽ ആദ്യം മൊബൈൽ TV വന്നപ്പോൾ റിമോട്ട് ഉപയോഗിക്കാത്ത വയസ്സായ ആൾക്കാർ അവർ റിമോട്ട് ഉപയോഗിക്കുകയില്ല. കുട്ടി ആ ചാനലൊന്ന് മാറ്റിക്കാന്ന് പറഞ്ഞായിരുന്നു. അതൊരു പ്രോബ്ലമാണ്, അതൊരു ഫിയറാണ്. അതായത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതുവഴി അവരെന്താ ചെയ്യുക? ചിലപ്പോൾ TV തന്നെ കാണില്ല, അല്ലെങ്കിൽ മൊബൈൽ തന്നെ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ്. എന്താണ് അവർക്ക് തോന്നുകയാണ് മെജോറിറ്റി ആൾക്കാരും കള്ള ട്രേഡിംഗ് ആണ് നടത്തുന്നത്, ഇവർക്ക് കുറേ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ അത് ഇൻഫർമേഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് നഷ്ടം ഉണ്ടാകുമെന്ന് പേടിച്ചാൽ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? ഇവർ മാർക്കറ്റിലേക്ക് വരില്ല, മാർക്കറ്റിൽ ട്രേഡിംഗ് ഇല്ലാണ്ടാവും. അതല്ലല്ലോ നമ്മുടെ റിക്വയർമെൻറ്റ്. നമുക്ക് വേണ്ടത് കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യണം. Then it distorts market fairness. മാർക്കറ്റ് ഫെയർ അല്ലാതെ പ്രവർത്തിക്കാൻ ഇത് കാരണമാകുന്നു. ഇറ്റ് ഹാംസ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ഇതെന്ത് ചെയ്യുന്നു? ഹാം ചെയ്യുന്നു. Due to the rapid growth of securities market globally, regulators started introducing strict laws to control insider trading. സെക്യൂരിറ്റി മാർക്കറ്റ് ലോകത്ത് മുഴുവനും ഭയങ്കര സ്പീഡിൽ വളർന്നപ്പോൾ റെഗുലേറ്റേഴ്സ് എന്ത് ചെയ്തു? അവർ ഇൻസൈഡർ ട്രേഡിങ്ങിനെയും വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. In United States of America, അമേരിക്ക ആയിരുന്നു the first country to introduce legislation against insider trading. ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് നിയമം ഉണ്ടാക്കിയ രാജ്യം അമേരിക്കയായിരുന്നു. അതിൻ്റെ റിലവൻറ്റ് നിയമം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ആക്ടിലാണ് ഈ ലോ കൊണ്ടുവന്നത്. ദെൻ ഈ ആക്ടിൽ എന്തുണ്ടായിരുന്നു? ഷോർട്ട് സ്വിംഗ് പ്രോഫിറ്റ് സെക്ഷൻ 16 എന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഷോർട്ട് സ്വിംഗ് പ്രോഫിറ്റ് അതുമായി ബന്ധപ്പെട്ട എന്താ ഷോർട്ട് സ്വിംഗ് എന്ന് പറയുന്നത്? സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ. എന്താണ് ഊഞ്ഞാലാട്ടം? സ്വിംഗ് പറയുന്നത് ആടുക അല്ലെങ്കിൽ ചാഞ്ചാടുക എന്നാണ് സ്വിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ സ്വിംഗ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയും അതുവഴി ലാഭം ഉണ്ടാക്കാൻ പറ്റുകയും അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇൻസൈഡർ ഇൻഫർമേഷൻ ആയിട്ടാണെങ്കിൽ അത് തെറ്റാണ് എന്ന് ആര് പറഞ്ഞു? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആക്ടിൻ്റെ സെക്ഷൻ 16 പറഞ്ഞു. അതാണ് ആദ്യത്തെ ലീഗൽ പ്രൊവിഷൻ. എന്താണ് ഷോർട്ട് സ്വിംഗ് പ്രോഫിറ്റ്? ഷോർട്ട് സ്വിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ്സ് മെയ്ഡ് ബൈ ഇൻസൈഡേഴ്സ് ത്രൂ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് വിതിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരു ചെറിയ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു? സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നതിനെയാണ് ഷോർട്ട് സ്വിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡയറക്ടർ അയാളുടെ കമ്പനിയുടെ ഷെയർ വാങ്ങുന്നു, ചെറിയൊരു സമയത്തിനുള്ളിൽ അയാൾ എന്താണ് ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഷെയർ വിറ്റ് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഷോർട്ട് സ്വിംഗ് പ്രോഫിറ്റ് എന്ന് പറയും. ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസിനെ കുറിച്ചുള്ള അതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത് PJ തോമസ് കമ്മിറ്റി 1948 ഇന്ത്യ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത് 1940s. 1948 PJ തോമസ് കമ്മിറ്റി വരെയുണ്ടായി. കമ്മിറ്റീസ് റെക്കമെൻഡിങ് എല്ലാ കമ്മിറ്റികളെ കുറിച്ചും പറയാം. PJ തോമസ് കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. ധാരാളം കമ്മിറ്റികൾ ഇന്ത്യയിൽ ഇൻസൈഡർ ട്രേഡിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തു, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തു ടു പ്രൊട്ടക്ട് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എൻഷുർ ഫെയർനെസ് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ്. ആദ്യത്തെ കമ്മിറ്റി 1948 PJ തോമസ് കമ്മിറ്റി. ആ ചിത്രത്തിലുണ്ടാവും അല്ലേ? ഒരു PJ തോമസ് കമ്മിറ്റി. അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് ഡയറക്ടേഴ്സും മാനേജേഴ്സും അവരുടെ ഷെയർ ഹോൾഡേഴ്സ് മാൻഡേറ്ററി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. 1956 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 307 308 ട്രാൻസ്പെറൻസി ഓഫ് ഷെയർ ഹോൾഡിങ്ങിന് വേണ്ടി ഈ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ PJ തോമസ് എന്താ പറഞ്ഞത്?
ഈ ഷെയർ ഹോൾഡേഴ്സും മാനേജേഴ്സും അവരുടെ സെക്യൂരിറ്റി ഹോൾഡിംഗ് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന കണ്ടീഷൻ കൊണ്ടുവരികയും സെക്ഷൻ 307, 308 1956 കമ്പനീസ് ആക്ടിൽ കൊണ്ടുവരികയും ചെയ്തു. അടുത്ത കമ്മിറ്റി ഭാബ കമ്മിറ്റിയാണ്. 1950 ഭാബ കമ്മിറ്റി ഉണ്ടാകുന്നത്. അവർ പറഞ്ഞത് എന്താണ്, ജനറൽ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ട്രേഡിംഗ് എന്താണെന്നും അതുപോലെ സ്പെസിഫിക് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ വെച്ച ട്രേഡിംഗ് എന്താണെന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആദ്യമായിട്ടാണ് ജനറൽ ഇൻഫർമേഷൻ, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ 2 കൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നത്. ഇത് വെച്ചിട്ടുള്ള ട്രേഡിംഗ് എങ്ങനെയാണെന്ന് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സജസ്റ്റഡ് stricter regulation where insider trade based on specific information such as company contracts or board decision. കമ്പനിയുടെ കോൺട്രാക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ബോർഡ് ഡിസിഷനെ കുറിച്ചോ അറിവുള്ള ആൾക്കാർ എന്താണ് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നതിനെ ഇത് നിർബന്ധമായിട്ടും അതിനുവേണ്ടി സ്ട്രിക്റ്റ് റെഗുലേഷൻ കൊണ്ടുവരാൻ ഭാബ കമ്മിറ്റി 1950 പറഞ്ഞു. 1950 ശേഷം വന്ന മേജർ കമ്മിറ്റി 1977 സാച്ചാർ കമ്മിറ്റിയാണ്. സാച്ചാർ കമ്മിറ്റി സെക്ഷൻ 307, 308 വെറും ഡിസ്ക്ലോഷറിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സജസ്റ്റഡ് 2 മെഷറുകളാണ് പറഞ്ഞത്. ഒന്ന്, ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഇൻസൈഡർ ട്രാൻസാക്ഷൻ. അവർ ഏതെങ്കിലും തരത്തിലെ ഹോൾഡിംഗ് മാത്രം പറഞ്ഞാൽ പോരാ, അവർ ഏതെങ്കിലും തരത്തിൽ ഇൻസൈഡർ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ ഓൺ ട്രേഡിംഗ് ബൈ ഇൻസൈഡേഴ്സ് ഡ്യൂറിങ് സർട്ടൻ പീരിയഡ്. എല്ലായ്പ്പോഴും ഇൻസൈഡർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ലെന്നും ചില സമയങ്ങളിൽ ഇൻസൈഡർ ഒരു തരത്തിലും ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നും ആര് പറഞ്ഞു? ഈ സാച്ചാർ കമ്മിറ്റി പറഞ്ഞു. ഇവിടെ നമുക്ക് ആലോചിക്കാം, ഒരു കമ്പനിയുടെ ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നു. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ മീറ്റിംഗ് നടക്കുന്നത് വരെ ആർക്കറിയാം ഇതിനെ കുറിച്ചിട്ട്? ഡയറക്ടേഴ്സിനും മാനേജേഴ്സിനും അറിയില്ലേ? അപ്പോൾ ആ സമയങ്ങളിൽ ഇവർ ട്രേഡ് ചെയ്യാൻ പാടുമോ? പാടില്ല. ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഡിവിഡൻഡ് ഡിക്ലറേഷൻസ്, അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മേജർ തീരുമാനം എടുക്കുന്ന സമയത്തൊക്കെ എന്തുണ്ടാവും? ഇവർക്കൊക്കെ ബാൻ ഉണ്ടാവും. ഇതാണ് ആര് കൊണ്ടുവന്നതാണ്? സച്ചാർ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. ദെൻ അതിനുശേഷം പട്ടേൽ കമ്മിറ്റി വന്നു 1984. അദ്ദേഹം ഇതുവരെയൊക്കെ എന്താണ് റെസ്ട്രിക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പട്ടേൽ കമ്മിറ്റി പറഞ്ഞത് എന്താണ്? പ്രൊഹിബിഷനാണ്. ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്യണം എന്നാര് പറഞ്ഞു? പട്ടേൽ കമ്മിറ്റി പറഞ്ഞു. അതിനുവേണ്ടി സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ടിൽ ഒരു പുതിയ പ്രൊവിഷൻ കൊണ്ടുവരണമെന്ന് പട്ടേൽ കമ്മിറ്റി പറഞ്ഞു. അടുത്തത് ജെ ഇറാനി കമ്മിറ്റിയാണ്. ജെ ഇറാനി കമ്മിറ്റി അറിയാം നിങ്ങൾക്ക് അല്ലേ? റെക്കമെൻഡഡ് ദാറ്റ് കമ്പനീസ് ആക്ട് എന്ത് ചെയ്യണം? ആക്ച്വൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാകും. എന്താ ആക്ച്വൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് പറഞ്ഞാൽ? ഒരു കമ്പനി ശരിക്കും ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കമ്പനീസ് ആക്ട് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ പറയില്ലേ, മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് നമുക്ക് കിട്ടും, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് കിട്ടും. ഇതൊക്കെ ജെ ഇറാനിയുടെ കണ്ടുപിടുത്തമാണ്. അദ്ദേഹം പറഞ്ഞത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കമ്പനി വേറൊരാളെയും തോന്നിക്കാം, പക്ഷേ അത് ഒറിജിനലി ആരുടേതാണ് ഇത് അറിയണമെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അറിയണം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡിംഗ് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യണം. Then suggested prohibition of insider trading along with adoption of international best practices. ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്യേണ്ടെന്ന് അദ്ദേഹവും പറഞ്ഞില്ല, പ്രൊഹിബിറ്റ് ചെയ്യണം, പക്ഷേ ഇന്റർനാഷണൽ പ്രാക്ടീസ് അനുസരിച്ച് വേണം അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ എന്ന് ജെ ഇറാനി പറഞ്ഞു. aimed at improving corporate transparency and stakeholder confidence. ജെ ഇറാനി ഒരു ടാറ്റ ഗ്രൂപ്പ് എന്നായതുകൊണ്ട് തന്നെ ടാറ്റ ട്രാൻസ്പെറൻസിയും ഇൻവെസ്റ്റർ കോൺഫിഡൻസും അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ്റെ ഏറ്റവും വലിയ കോർ എന്ന് പറയുന്നത് ബൈ ഡൂയിങ് ദിസ് യു ക്യാൻ ഇംപ്രൂവ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ആൻഡ് ട്രാൻസ്പെറൻസി എന്ന് ജെ ഇറാനി പറഞ്ഞു. ജെ ഇറാനി കഴിഞ്ഞ ഉടനെ പിന്നെ ആബിദ് ഹുസൈൻ കമ്മിറ്റിയാണ്. 1918 recommended that insider trading should be treated as serious economic offense. അത് വീണ്ടും ഭയങ്കര ഭീകരമാക്കി വേണ്ടി പ്രൊഹിബിറ്റ് ചെയ്താൽ മാത്രം പോരാ, ആരെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ അതിനെ സീരിയസ് ഇക്കണോമിക് ഒഫൻസ് ആയി കണക്കാക്കണമെന്ന് ആബിദ് ഹുസൈൻ പറഞ്ഞു. അതിന് സിവിൽ ആൻഡ് ക്രിമിനൽ പെനാൽറ്റിയും അതുപോലെ തന്നെ ഇംപ്രിസൺമെന്റും കൊടുക്കണം എന്ന് ആബിദ് ഹുസൈൻ കമ്മിറ്റി പറയുകയുണ്ടായി. അതിന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് സെബി ഷുഡ് ബി എംപവർഡ് ടു ഫ്രെയിം ലോസ് ആൻഡ് എൻഫോഴ്സ് ദം. ആൻഡ് ഇൻസൈഡർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് നിയമം ഉണ്ടാക്കുന്നതിനും എൻഫോഴ്സ് ചെയ്യാനും ആർക്ക് അധികാരം ഉണ്ടാവണം? സെബിക്ക് അധികാരമുണ്ടെന്നും ഉണ്ടാകണമെന്നും ആര് പറഞ്ഞു? ആബിദ് ഹുസൈൻ പറയുകയുണ്ടായി. ദെൻ സോദി കമ്മിറ്റി വന്നു 2014. റെക്കമെൻഡഡ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് സജസ്റ്റഡ് പ്രിൻസിപ്പിൾ ബേസ്ഡ് റെഗുലേഷൻ ടു മേക്ക് ദ ലോ ക്ലിയറർ ആൻഡ് മോർ പ്രെഡിക്റ്റബിൾ. അതായത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാക്കാതെ ചെയ്താവരുത്. ഒരു പ്രിൻസിപ്പിൾ എന്താ? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്? അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ദുരുപയോഗം ചെയ്യുന്നത് ഇൻവെസ്റ്റർ കോൺഫിഡൻസിനും ട്രാൻസ്പെറൻസിക്കും മാർക്കറ്റ് എത്തിക്സിനും ഇന്റഗ്രിറ്റിക്കൊക്കെ എഗെയിൻസ്റ്റ് ആണെന്നും അത് ചെയ്യാൻ പാടില്ല. ഇതാണ് പോളിസി. ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിരിക്കണം നിയമങ്ങളെന്ന് ആര് പറഞ്ഞു? ആബിദ് ഹുസൈൻ സോദി കമ്മിറ്റി പറഞ്ഞു. അത് ജനറൽ ആയിട്ടുള്ള കാര്യം. ദെൻ 2018 വിശ്വനാഥൻ കമ്മിറ്റി വന്നു. വിശ്വനാഥൻ കമ്മിറ്റി പറഞ്ഞത് എന്താണ്? ധാരാളം റിഫോംസ് അദ്ദേഹം പറഞ്ഞത് ഒരു ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയ ഒരാൾ കംപ്ലയൻസ് ഓഫീസറായിട്ട് ഉണ്ടാകണമെന്നും ഒരു സ്ട്രക്ചേർഡ് ഡിജിറ്റൽ ഡാറ്റാബേസ് എന്താണ്
ആർക്കൊക്കെയാണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു സ്ട്രക്ചേർഡ് ഡിജിറ്റൽ ഡാറ്റാബേസ് ഉണ്ടാകണമെന്നും ആര് പറഞ്ഞു? ഈ വിശ്വനാഥൻ കമ്മിറ്റി പറഞ്ഞു. അതായത് ഈ ഇൻഫർമേഷൻ അവർ ദുരുപയോഗം ചെയ്തോ എന്ന് അറിയണമെങ്കിൽ അവർക്കത് കൊടുത്തിട്ടുണ്ടോ നമുക്ക് അറിയണ്ടേ, അവർക്ക് അതിന് ആക്സസ് ഉണ്ടെന്ന് അറിയണം. അപ്പം നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണ് UPSI എന്നും ഇത് ആർക്കായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്നും നമ്മൾ ഡാറ്റ സൂക്ഷിക്കണമെന്നും അവരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നു ആര് പറഞ്ഞു? വിശ്വനാഥൻ കമ്മിറ്റി പറയുകയുണ്ടായി. റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇൻസൈഡർ ട്രേഡിംഗ് ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത് 1992 സെബി ആക്ട്, 2015 PIT റെഗുലേഷൻസ്. സെബി ആക്ടിൽ സെക്ഷൻ 12A സെക്ഷൻ 15G രണ്ട് സെക്ഷൻസ് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 12A പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. സെക്ഷൻ 12A പറയുന്നത് നോ പേഴ്സൺ ഷാൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എൻഗേജ് ഇൻ ഇൻസൈഡർ ട്രേഡിംഗ്. ഒരു വ്യക്തിയും നേരിട്ടോ അല്ലാതെയോ ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്യാൻ പാടില്ല. Then, deal in securities while possessing material or non-public information. പബ്ലിക്കിന് അവൈലബിൾ അല്ലാത്ത അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സെക്യൂരിറ്റികളിൽ ഡീൽ ചെയ്യാൻ പാടില്ല. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് സച്ച് ഇൻഫർമേഷൻ ടു അനദർ പേഴ്സൺ. വേറൊരു വ്യക്തിക്ക് ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പാടില്ല? ഷെയർ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു. ഈ നിയമങ്ങളുടെ വയലേഷൻ ആയിക്കൊണ്ട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അനദർ പേഴ്സൺ എന്നേ പറഞ്ഞു. റിലേറ്റീവ്, കണക്റ്റഡ് ഒന്നും പറഞ്ഞില്ല, പറഞ്ഞോ? അനദർ പേഴ്സൺ, വേറൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു. സോ സെക്ഷൻ 12A എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്യുകയും അതിൻ്റെ ട്രേഡിംഗ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ട്രേഡിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് UPSI ബോത്ത് ആർ പ്രൊഹിബിറ്റഡ്. ഇൻസൈഡർ ട്രേഡിംഗും പ്രൊഹിബിറ്റ് ചെയ്യുന്നു, ഷെയറിംഗ് ഓഫ് UPSIയും പ്രൊഹിബിറ്റ് ചെയ്യുന്നു. ആര്? സെക്ഷൻ 12A ഇതിൻ്റെ സെബി ആക്ടിൻ്റെ. ദെൻ സെക്ഷൻ 15G പെനാൽറ്റി ഫോർ ഇൻസൈഡർ ട്രേഡിംഗ്. സെക്ഷൻ 15G പറയുന്നത് എന്താണ്? എ പെനാൽറ്റി അപ്ലൈസ് ഇഫ് എനി ഇൻസൈഡർ, ഏതെങ്കിലും ഒരു ഇൻസൈഡർ ഡീൽസ് ഇൻ സെക്യൂരിറ്റീസ് ബേസ്ഡ് ഓൺ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. UPSI ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ സെക്യൂരിറ്റി ഡീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് UPSI ടു അനദർ പേഴ്സൺ വിത്തൗട്ട് ലോഫുൾ പർപ്പസ്, അല്ലെങ്കിൽ വേറൊരാൾക്ക് നിയമപരമായ ഉത്തരവാദിത്തമില്ല അല്ലെങ്കിൽ നിർബന്ധമില്ലാതെ ആ ഇൻഫർമേഷൻ അയാൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കൗൺസിൽ ഓർ എൻകറേജ് അനദർ പേഴ്സൺ ടു ട്രേഡ് ബേസ്ഡ് ഓൺ UPSI. അയാൾ ആ ഇൻഫർമേഷൻ കൊടുക്കാതെ തന്നെ അയാൾ എന്ത് ചെയ്യുന്നു? കൗൺസിൽ ചെയ്യുന്നു അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്നു ട്രേഡ് ചെയ്യാൻ. ഞാൻ ഇതിനെ വിളിച്ച് പറയാണ്, ഇതിനെ IDBയുടെ ഷെയർ വിറ്റോട്ടാ. എന്താ സാറേ കാര്യം? അങ്ങനെയൊന്നുമില്ല, നീ വിറ്റോ, എന്നാലും വിറ്റോ. അല്ല സാറേ പറ സാറേ. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല, ഞാനതൊന്നും പറയില്ല, ഞാൻ വിറ്റോ. ഇതെന്താണ്? എൻകറേജ്മെന്റ്, കൗൺസിലിംഗ്. മനസ്സിലാകുന്നുണ്ടോ? അത് UPSI വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും അതെന്തായിട്ട് മാറും? ഇൻസൈഡർ ട്രേഡിംഗ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ 15Gയുടെ എപ്പോഴാണ് പെനാൽറ്റി വരുന്നത്? എപ്പോഴാണോ നിങ്ങൾ UPSI ഉപയോഗിച്ച് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ UPSI നിയമപരമായി നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാതെ, നിങ്ങൾക്ക് നിയമപരമായി കൊടുക്കേണ്ടത് ഉത്തരവാദിത്തമില്ലാത്ത സിറ്റുവേഷനിൽ വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നത്, അതും അല്ലെങ്കിൽ ആ UPSI ഉപയോഗിച്ചുകൊണ്ട് വേറൊരാളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു, കൗൺസിൽ ചെയ്യുന്നു ട്രേഡ് ചെയ്യുന്നതിന്. ഈ സമയത്ത് ചെറിയൊരു പെനാൽറ്റി ഉണ്ട്. ഒരു 10 ലക്ഷം രൂപ മുതൽ 25 കോടി രൂപ വരെ ഗവൺമെൻറ്റിന് സമ്മാനമായിട്ട് കൊടുക്കുന്നതിനും, അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ 3 ഗുണം ഏതാണോ കൂടുതൽ അത് ഗവൺമെൻറ്റിന് സമ്മാനമായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സംവിധാനമുണ്ട്. 10 ലക്ഷം ടു 25 crore ഓർ 3 times ഓഫ് ദ എമൗണ്ട് ഏൺഡ് വിച്ച് എവർ ഈസ് മോർ. അപ്പോൾ മിനിമം പെനാൽറ്റി മാക്സിമം എത്രയാണ്? 25 കോടി. മിനിമം മാക്സിമം പെനാൽറ്റി എത്രയാണ്? 25 കോടി. എന്താ പറഞ്ഞത്? മിനിമം മാക്സിമം. അതിൻ്റെ അർത്ഥം എന്താണ്? 25 കോടി എന്തായാലും കിട്ടും വേണമെങ്കിൽ, അല്ലേ? അല്ലെങ്കിൽ 3 times വിച്ച് എവർ ഈസ് മോർ എന്നാണ്. 3 times 5 ലക്ഷം ഉള്ളെങ്കിലോ 25 കോടി തരാനുള്ള സംവിധാനം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ കോടി മുണ്ട് അല്ല കാണാൻ, നമ്മൾ കോടികൾ ഇങ്ങനെ കാണും ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്താൽ. അബദ്ധം ചെയ്തേക്കരുത്. അല്ല, നമുക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാവും. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ ആർക്കാ ഒന്ന് മതിലുണ്ടോ നോക്കണം തോന്നാതിരിക്കുക. പിടിച്ചാൽ ഇവിടെ CUT എക്സാം നടന്നു മങ്കരയിൽ, പ്രാവശ്യം നടന്നതാണ്. ഈ പ്രാവശ്യം എക്സാമിനേഷൻ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്തോ പറഞ്ഞ സംഭവം ഉണ്ട് അവിടെ, അതിലാണ് നടന്നത്. ട്വിൻസാണ്, 2 പെൺകുട്ടികൾ, ട്വിൻസാണ്. എഴുതാൻ അപ്ലൈ ചെയ്ത ആളല്ല പരീക്ഷയ്ക്ക് വന്നത്, മറ്റേ ആൾ വന്നു. ട്വിൻസാണ്. Xന് പകരം Y വന്നു. കണ്ടാൽ മനസ്സിലാവില്ല. ഫിംഗർ പ്രിൻറ്റിൽ പിടിച്ചു, ബയോമെട്രിക്കിൽ പിടിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, സാറേ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ആധാർ മാറിക്കൊടുത്തതാണ്, ഞാൻ ഫിംഗർ പ്രിൻറ്റ് മാറിക്കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞു. മറ്റേ കുട്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു കുട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ആ കുട്ടിയെ ഡിവാർ ചെയ്തു. ഇനി എന്താ പ്രശ്നം നടക്കണ അറിയാം നിങ്ങൾക്ക്?
ക്രിമിനൽ ഒഫൻസാണ്. 18 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് പാസ്പോർട്ട് കിട്ടില്ല, വിസ കിട്ടില്ല, വേറൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കും. കാരണം ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ഈ എന്തോ ഒരു സംഭവമില്ലേ, നിങ്ങളുടെ ഒരു എന്താ ഡിജി ലോക്കർ, അതിൽ കയറി കിടക്കും ഈ സാധനം. ഇതൊരു വലിയൊരു അപകടമാണ്. വളരെ സിമ്പിൾ തെറ്റാണ്. കുട്ടി നല്ല കരച്ചിലാണെന്ന് പറഞ്ഞത്. അവിടുത്തെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്നെ വിളിച്ച് പറഞ്ഞതാണ്, അതായത് സാറേ ഇങ്ങനെ പിടിക്കുന്നതെന്ന് വെച്ചാൽ സർപ്രൈസിങ്, ഭയങ്കര തമാശയാണത്, ഭയങ്കര സർപ്രൈസിങ് ആണ്, ഒരിക്കലും പിടിക്കാൻ പറ്റാത്തൊരു കേസാണത്. അപ്പോൾ ചെയ്യാൻ ഭയങ്കര സുഖമാണ്, ശ്രമിക്കാൻ. പെട്ടുപോയാണ്ടല്ലോ, ഒരു ഇൻസൈഡർ ട്രേഡിങ് പിടിച്ചാണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഒരു കമ്പനി സെക്രട്ടറി ആവില്ല കേട്ടോ, അത് ആലോചിക്കുകയും വേണ്ട. ഒരാൾ കയറ്റില്ല നമ്മളെ കമ്പനിയുടെ പഠിക്കുമ്പോഴൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം അവരുടെയൊക്കെ പ്രശ്നം എന്താണ്, 25 കോടി ഇങ്ങോട്ട് വീട്ടിൽ കൊടുക്കുന്നില്ലല്ലോ. കമ്പനി കൊടുക്കണമെങ്കിൽ പെനാൽറ്റി, കമ്പനി പൂട്ടൂലേ. ഇനി ഇയാൾ അവിടെ വന്നിട്ട് അതേ ഹാബിച്വൽ ഒഫൻഡർ എന്താ ചെയ്യുക? അതന്നെ ചെയ്യുക അവിടെ പോയിട്ട്. ഏതെങ്കിലും കമ്പനിക്കാരൻ അത് പൂട്ടാൻ വേണ്ടി നിങ്ങളെ ജോലിക്ക് വയ്ക്കുമോ? ബി കെയർഫുൾ. ഇൻസൈഡർ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആണ്. സെബിയുടെ റെഗുലേഷൻസിലൊന്നും 1000 രൂപ 2000 രൂപ പെനാൽറ്റി അടിച്ച് രക്ഷപ്പെടാവുന്ന പ്രൊവിഷനേ ഇല്ല. ഭീകരമാണ് പ്രൊവിഷൻസ്. പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദ സ്ട്രിക്റ്റ് പെനാൽറ്റി ഈസ് ഇമ്പോസ്ഡ് ടു ഡിസ്കറേജ് മിസ്യൂസ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. ഒരു തരത്തിലുള്ള ലീനിയൻസിയും പ്രതീക്ഷിക്കരുത്. സ്ട്രിക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യും, അത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. സെബി പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ 2015. ഈ റെഗുലേഷൻസ് എന്താണ്? ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പറഞ്ഞു 2015 പ്രൊഹിബിഷൻ ഇൻസൈഡർ റെഗുലേഷൻ PIT റെഗുലേഷൻസ്, അതിൻ്റെ ഡീറ്റെയിൽഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ് ഞാൻ പറയുന്നത്. ഇതിൽ എന്താണ് ഇൻസൈഡർ, ആരാണ് കണക്റ്റഡ് പേഴ്സൺ, ആരാണ് കംപ്ലയൻസ് ഓഫീസർ, എന്താണ് UPSI, എന്താണ് കോഡ് ഓഫ് കണ്ടക്ട്, എന്താണ് കോഡ് ഓഫ് ഫെയർ ഡിസ്ക്ലോഷർ, ഇതൊക്കെ പറയുന്നുണ്ട്. ആ ചിത്രം നോക്കി അറിയാൻ പറ്റും ഈ ഇൻസൈഡർ ട്രേഡിങ്ങിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും. റെസ്ട്രിക്ഷനെ കുറിച്ച്, ഡിസ്ക്ലോഷറെ കുറിച്ച്, വളണ്ടറി ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറെ കുറിച്ച്, കോഡിനെ കുറിച്ച്, മിസ്ലേനിയസിനെ കുറിച്ച്, പിന്നെ അതിൻ്റെ ഷെഡ്യൂൾസിനെ കുറിച്ച്. എന്തിനെ കുറിച്ചിട്ടാണ്? റെസ്ട്രിക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എന്താണ് റെസ്ട്രിക്ഷൻ ഓൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓർ ട്രേഡിംഗ്, ഫോർമുലേഷൻ ഓഫ് ട്രേഡിംഗ് പ്ലാൻസ്, അല്ലെങ്കിൽ ട്രേഡിംഗ് പ്ലാൻസ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് UPSI ഉണ്ടെങ്കിൽ ഒന്ന് പറയും, അതിൻ്റെ റെസ്ട്രിക്ഷൻ ആയിട്ട് പറയും. ഡിസ്ക്ലോഷറെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ ഡിസ്ക്ലോഷർ ചെയ്യേണ്ട, ഒരു KMP ആവട്ടെ മാനേജർ ആവട്ടെ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയും. വളണ്ടറി ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളണ്ടറി ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ചെയ്യേണ്ടതാണ്. ദെൻ കോഡ് ഓഫ് ഫെയർ ഡിസ്ക്ലോഷർ ആൻഡ് കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച് ഇതിൽ പറയുന്നു. അതുപോലെ തന്നെ റിപ്പീൽസ് ആൻഡ് സേവിങ്സ്, റിമൂവൽ ഓഫ് ഡിഫിക്കൽറ്റി, ഏതെങ്കിലും തരത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇതിൽ പറയുന്നു. ദെൻ ഫോം ഓഫ് ഇൻഫർമേഷൻ റിവാർഡ്, എങ്ങനെയാണ് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്ക് റിവാർഡ് കൊടുക്കേണ്ടത് എന്നും ഇതിൽ പറയും. ഇൻസൈഡർ ട്രേഡിംഗ് ഒരാൾ ചെയ്തു എന്ന ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്ത് കൊടുത്താൽ അതിലൂടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് ചെറിയ ശതമാനം എനിക്ക് കമ്മീഷനായിട്ട് കിട്ടും. ആട് എന്ന സിനിമയിൽ ആട് 2 കമ്മട്ടം കൊടുക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്ത് പോലീസുകാരനോട്, മറ്റേ എന്താ നാരങ്ങാസുനി എന്താണ് സർബത്ത് ഷമീറിൻ്റെ ബോസിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് സാറേ ഈ കമ്മട്ടം കൊണ്ട് അടിക്കുന്ന ഇതിൻ്റെ കുറച്ച് കമ്മീഷൻ ഞങ്ങൾക്ക് തരണ്ടേ ചോദിക്കുന്നുണ്ട് ജയസൂര്യ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇത് മുഴുവനുമായിട്ട് വേണമെങ്കിൽ മുഴുവനായിട്ട് തരാം എന്ന് പറയുന്നുണ്ട്. 10,000 രൂപ കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇല്ലീഗൽ ആക്ടിവിറ്റിയെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് നമുക്കൊരു സമ്മാനമൊക്കെ തരും. ഈ ഇൻസൈഡർ ട്രേഡിംഗ് ആണെങ്കിൽ നല്ല സമ്മാനം കിട്ടും. അയാളുണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് തന്നെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരും. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഫോം ഓഫ് റിവാർഡിനെ കുറിച്ച്, പിന്നെ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ മാക്സിമം സ്റ്റാൻഡേർഡിനെ കുറിച്ച്, വളണ്ടറി ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഫോമിനെ കുറിച്ച്, കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ഇൻ്റർമീഡിയറി, അതായത് ഈ ഇൻസൈഡർ ഇൻഫർമേഷൻ കമ്പനിയുടെ എംപ്ലോയീസിന് മാത്രമല്ല ഉണ്ടാവുള്ളൂ, മർച്ചന്റ് ബാങ്കർക്ക് ഉണ്ടാകാം, ലീഡ് മാനേജർക്ക് ഉണ്ടാകാം, അണ്ടർറൈറ്റർക്ക് ഉണ്ടാകാം, ബാങ്കർ എല്ലാവർക്കും ഉണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെയും ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അതുപോലെ തന്നെ ഫെയർ ഡിസ്ക്ലോഷർ എങ്ങനെ ചെയ്യേണ്ടതിനെക്കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ എന്താ പറയുന്നത്, ഒരു കംപ്ലയൻസ് ഓഫീസർ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. ആ കംപ്ലയൻസ് ഓഫീസർ എങ്ങനെയായിരിക്കണം? അയാൾ സീനിയർ ഓഫീസർ ആയിരിക്കണം, ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. ഈ PIT റെഗുലേഷൻ പ്രകാരം കംപ്ലയൻസ് ഓഫീസർ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. നിങ്ങൾ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആണോ ഒരു കമ്പനി സെക്രട്ടറി? ആണ്. കാരണം നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്, ടാക്സേഷൻ നിയമങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ആരാണ്? ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആണ്.
അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. നിങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഹെഡിനെ ആയിരിക്കണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായിരിക്കണം, നിങ്ങൾക്ക് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് അറിയാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത്രയും കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ കറക്റ്റായി കംപ്ലൈ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക, റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, UPSCയുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് എന്തൊക്കെ റൂൾസ് ആണോ അഡ്ഹിയർ ചെയ്യേണ്ടത് അതെല്ലാം കറക്റ്റായിട്ട് അഡ്ഹിയർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇൻസൈഡേഴ്സ് നടക്കുന്ന ട്രേഡിനെ മോണിറ്റർ ചെയ്യുക, കോഡ് ഓഫ് കണ്ടക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ കിട്ടുക, നിങ്ങളത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്തത്തിൽ ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിറവേറ്റുന്നത്? കംപ്ലയൻസ് ഓഫീസറാണ് ചെയ്യുന്നത്. ഒരു ലിസ്റ്റഡ് കമ്പനി ഒരു കമ്പനി സെക്രട്ടറിയെ കംപ്ലയൻസ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഒരു ലിസ്റ്റഡ് കമ്പനി ഒരു കമ്പനി സെക്രട്ടറിയെ ഒരു കംപ്ലയൻസ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. കമ്പനി സെക്രട്ടറി എന്തൊക്കെ ചെയ്യുക? അദ്ദേഹം ഇൻസൈഡർ ട്രേഡിംഗ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, മോണിറ്റർ ട്രേഡിംഗ് ബൈ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസും ഡയറക്ടേഴ്സ് നടത്തുന്ന ട്രേഡിനെ മോണിറ്റർ ചെയ്യണം. ദെൻ എൻഷുർ ഈ UPSI അൺപബ്ലിഷ്ഡ് പൈസൻ്റെ ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നവരാണ് കംപ്ലയൻസ് ഓഫീസറാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കമ്പനി സെക്രട്ടറിയെ കംപ്ലയൻസ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് PIT റെഗുലേഷൻ പ്രകാരം വാലിഡ് ആണ്. ഒരു കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. ഇത് മൈൻട്രി എന്ന് പറയുന്ന കേസിലാണ്. മൈൻട്രിയുടെ കേസിലാണ് ഒരു ഇൻ്റർപ്രിറ്റേറ്റീവ് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സാറ്റ് അതാണ് പറയുന്നത്. ദ കമ്പനി മൈൻട്രിയുടെ കേസാണ്. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ആ വെള്ള പാരഗ്രാഫിൽ കൊടുത്ത കേസാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. The company asked whether a CFO or the company secretary who does not directly report to the board can act as compliance officer. അവർ ചോദിക്കുന്നത് നേരിട്ട് ബോർഡിനോട് റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിക്ക് കംപ്ലയൻസ് ഓഫീസർ ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ആൻഡ് ദ കമ്പനി ക്യാൻ അപ്പോയിൻറ്റ് മോർ ദാൻ, അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് ഒന്നിലധികം കംപ്ലയൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നും മൈൻട്രി ചോദിക്കുന്നു. സെബിയുടെ ഗൈഡൻസ് എന്താണ്? സെബി പറഞ്ഞത് ദ കംപ്ലയൻസ് ഓഫീസർ ഒരു സീനിയർ ഓഫീസർ ആയിരിക്കണം. അവർ ഒന്നുകിൽ ബോർഡിന് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഓർഗനൈസേഷൻ ബോർഡിന് തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ബോർഡിന് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഓർഗനൈസേഷന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു. കമ്പനിക്ക് ഇതിനു വേണ്ടി ഏതൊരു സീനിയർ ഓഫീസറെയും അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്നിലധികം സീനിയർ ഓഫീസറെ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ ആണ്. മൈൻഡോട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് CFOനെയും കമ്പനി സെക്രട്ടറിയും രണ്ടാളെയും കംപ്ലയൻസ് ഓഫീസറായിട്ട് ഡിസിഗ്നേറ്റ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആരാ ലയബിള്? അവർ ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ ആണ്. മനസ്സിലായോ? ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ ആണ്. അതുപോലെ ഒരു കംപ്ലയൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ബോർഡിന് റിപ്പോർട്ട് ചെയ്യാത്ത അല്ലാത്ത അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? PIT റെഗുലേഷൻസ് അങ്ങനെ ഒന്നും പറയുന്നില്ല. പറയുന്നത് ഒന്നുകിൽ ബോർഡ് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സീനിയർ ഓഫീസർ ആകണം. അവർ കമ്പനി സെക്രട്ടറി ആകണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സീനിയർ ഓഫീസർ ഹു ഈസ് റിപ്പോർട്ടിംഗ് ടു ദ ബോർഡ് ഓർ ഹെഡ് ഓഫ് ദ ഓർഗനൈസേഷൻ ക്യാൻ ബിക്കം ദ കംപ്ലയൻസ് ഓഫീസർ ഓഫ് ദ കമ്പനി. ക്ലിയർ അല്ലേ? Connected person. Who is connected person? Connected person is any person who has been associated with the company during the previous 6 months. കഴിഞ്ഞ 6 മാസമായിട്ട് കമ്പനിയോട് കണക്ട് ചെയ്ത ഒരാളെയാണ് നമ്മൾ കണക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ആ കണക്ഷൻ എന്തായിരിക്കാം? എംപ്ലോയി റിലേഷൻഷിപ്പ് ആയിരിക്കാം, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളൊരു സെക്രട്ടറിയൽ ഓഡിറ്ററാണ്, അവരുടെ ഓഡിറ്റ് കഴിഞ്ഞ 6 മാസം വരെ നിങ്ങൾ കണക്റ്റഡ് പേഴ്സൺ ആണ്. ദെൻ ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കമ്പനീസ് ഓഫീസേഴ്സ്. കമ്പനിയുടെ ഓഫീസേഴ്സായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരാളെയും എന്തായാലും കണക്റ്റഡ് പേഴ്സൺ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്പനി സെക്രട്ടറി ജിഗരി ദോസ്ത് ആരാണ്? കണക്റ്റഡ് പേഴ്സൺ ആണ്. കമ്പനി സെക്രട്ടറിയുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആരാണ്? കണക്റ്റഡ് പേഴ്സൺ ആണ്. കണക്റ്റഡ് പേഴ്സൺ ആരാണ്? കഴിഞ്ഞ 6 മാസത്തിൽ കമ്പനിയുമായിട്ട് ഒരു എംപ്ലോയ്മെൻറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുമായിട്ട് ഓഫീസേഴ്സുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ആൻഡ് സച്ച് പേഴ്സൺസ് മേ ഹാവ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആക്സസ് ടു. ഇവർക്ക് ഇത് നേരിട്ട് തന്നെ UPSIക്ക് ആക്സസ് ഉണ്ടാകണമെന്നില്ല. ഈവൻ ഇഫ് ദേ ഹാവ് ഇൻഡയറക്റ്റ് ആക്സസ് ടു UPSI, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. കണക്റ്റഡ് പേഴ്സൺസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. ആരൊക്കെയാണ്? ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്, ഓഡിറ്റേഴ്സ്, കൺസൾട്ടൻസ്, ലീഗൽ അഡ്വൈസേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ്. ഇവരൊക്കെ എന്താണ്? They always have the opportunity to obtain any type of confidential information from the company. So we go to the next, that is insider. Who is insider? Insider എന്ന് പറഞ്ഞാൽ is a person who is a connected person or
possess or has access to UPSI. ഒന്നുകിൽ അയാൾ കണക്റ്റഡ് പേഴ്സൺ ആകും ബൈ ഡിഫോൾട്ട്, അല്ലെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും കണക്റ്റഡ് പേഴ്സൺ അല്ല, പക്ഷേ അയാൾക്ക് എന്തായിരിക്കണം UPSIക്ക് ആക്സസ് ഉള്ള ആൾ അല്ലെങ്കിൽ അത് പൊസസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. Under the SEBI regulations, an insider is a person, is a connected person, or a person possesses or has access to UPSI. So insider status may arise either due to position in the company or access to confidential information. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലുള്ള പൊസിഷൻ കാരണം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനിലെ ആക്സസ് കൊണ്ടോ നിങ്ങൾക്ക് എന്താകാം, നിങ്ങൾ ഇൻസൈഡർ ആയേക്കാം. ദെൻ ആരെയാണ് ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്? ഹി ഈസ് നോട്ട് എ കണക്റ്റഡ് പേഴ്സൺ, ബട്ട് ഹി വിൽ ബി ഡീംഡ് ടു ബി എ കണക്റ്റഡ് പേഴ്സൺ. എപ്പോഴാണ്? അണ്ടർ SEBI PIT regulation, certain persons are deemed to be connected persons unless the contrary is proved. അതിന് എതിരാണ് നിങ്ങൾ ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺ ആയിട്ട് SEBI കൺസിഡർ ചെയ്തെങ്കിൽ പോലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പ്രൂവ് ചെയ്താൽ മതി. നിങ്ങളല്ല, ഞാനല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. A person shall be deemed to be connected person if such person is an immediate relative of connected person. ഒരു രണ്ട് ആൾക്കാരുണ്ട്, അയാളുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ഒരു ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺ ആണ്. എല്ലാ റിലേറ്റീവും കണക്റ്റഡ് പേഴ്സൺ ആകണമെന്നുണ്ടോ മീര? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു റിയൽ എക്സാമ്പിൾ പറഞ്ഞാൽ, സർ 2 ക്ലാസ്സിൽ അല്ലെങ്കിൽ 3 ക്ലാസ് മുമ്പ് പറഞ്ഞൊരു എക്സാമ്പിളാണ്. അതുപോലെ ഇയാൾ വന്നപ്പോൾ ഇവിടെ എന്തുണ്ടായ, ട്രംപ് ഇന്ത്യയിൽ വന്നപ്പോൾ എന്താ ഹൗഡി മോഡി അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? അങ്ങനെ ഉണ്ടായ അഹമ്മദാബാദിൽ ഹൗഡി മോഡി എന്നാണ് പറഞ്ഞത്. ഹൗഡി മോഡി പറ, മീര പറ, ഉത്തരം പറ. When Trump came for the first time to India, he visited place called Ahmedabad. അപ്പോൾ അതിന് ടാഗ് ലൈൻ ആയിരുന്നു ഹൗഡി മോഡി. ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ചാണ് പറയണത്. 2 പേര് റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ ദേ വിൽ ബി ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺ ഇഫ് നോട്ട് പ്രൂവ്ഡ് അതർവൈസ്. അങ്ങനത്തെ ഒരു കേസ് പറഞ്ഞ എക്സാമ്പിൾ. ക്രിക്കറ്റ് ഇഷ്ടം കാണില്ല? അച്ഛനമ്മയും ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലേ ചെയ്യണേ? സ്വന്തമായിട്ട് പോയി മറന്ന് അവർ സ്വയം ബിസിനസ് ചെയ്യല്ലേ? അത് ശരി. ഉത്തരങ്ങൾ കേട്ടോ ഞാൻ പറയണേ, എൻ്റെ ചരിത്രം പറയല്ല, ഉത്തരങ്ങളാണ് പറയണേ. ഒരച്ഛനും ഒരു അമ്മയും ചേച്ചിയും ഏട്ടനും അനിയനും ആയതുകൊണ്ടൊക്കെ കുടുംബക്കാരാവണമെന്ന് പറയാൻ പറ്റുമോ? മറ്റേ ഇത്രയൊന്നും സമയം എടുക്കാൻ പാടില്ല. മോദി, ലളിത് മോദി, സമീർ മോദി, ബീന മോദി ആൻഡ് അല്ലേ മകള് അല്ലേ ഡോക്ടർ ബീന മോദി. അവർ ഈ PIT റെഗുലേഷൻ പ്രകാരം ഈ 4 പേരും കണക്റ്റഡ് പേഴ്സൺ ആണ്. ഇഫ് നോട്ട് പ്രൂവൺ അതർവൈസ്. പ്രൂവ് ചെയ്തോടെ നമുക്ക് അത് കണക്റ്റഡ് പേഴ്സൺ അല്ല എന്നുള്ളത് കേട്ടോ. ദെൻ a person shall be deemed if they are immediate relative of the connected person. If a company director has access to UPSI, his spouse or dependent child will also be deemed a connected person. Then holding company, associate company or subsidiary company. നിങ്ങളുടെ ഹോൾഡിംഗ് കമ്പനി, അസോസിയേറ്റ് കമ്പനി, സബ്സിഡിയറി കമ്പനി, ഇതൊക്കെ എന്താ കണക്കാക്കും? ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺ ആയിട്ട് കണക്കാക്കും. Then for example, if company A is the holding company of company B, information shared between them may create insider status. Then intermediary as specified in section 12. section 12 എന്താ പറയുന്നത്? മർച്ചന്റ് ബാങ്കർ, ബ്രോക്കർ, അങ്ങനത്തെ ഇന്റർമീഡിയറീസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 12 ഇന്റർമീഡിയറീസ് പറയുന്നത് SEBI ആക്ടിൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 12 പറയുന്ന ഇന്റർമീഡിയറി ഓർ എംപ്ലോയി ഡയറക്ടർ, അവരുടെ എംപ്ലോയീസ്, ഡയറക്ടർ, ഇവരൊക്കെ എന്താണ്? ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺസ് ആണ്. ഇന്റർമീഡിയറ്റ് ആരൊക്കെയാ? സ്റ്റോക്ക് ബ്രോക്കർ, മർച്ചന്റ് ബാങ്കർ, പോർട്ട്ഫോളിയോ മാനേജർ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ്. ഇവരും ഇവരുടെ എംപ്ലോയീസും ഡയറക്ടേഴ്സും ഒക്കെ എന്താണ്? ഇവർ ഒക്കെ എന്താണ്? ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺസ് ആണ്. കണക്റ്റഡ് പേഴ്സൺസ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് പ്രൂവ് ചെയ്തേ മതിയാവും. ക്ലിയർ അല്ലേ? ദെൻ ഡി, ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, ട്രസ്റ്റി കമ്പനി, അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഓർ എംപ്ലോയി ഡയറക്ടർ thereof. നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, ട്രസ്റ്റി കമ്പനി, അസറ്റ് മാനേജ്മെന്റ് കമ്പനി അല്ലെങ്കിൽ അവരുടെ എംപ്ലോയി അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, ഈ എൻറ്റിറ്റീസിന് എന്ത് ചെയ്യാം? ഒരു മാനേജ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് മേ റിസീവ് കോൺഫിഡൻഷ്യൽ കോർപ്പറേറ്റ് ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ അവരെന്താണ്? ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ കണക്റ്റഡ് പേഴ്സൺ അല്ലാന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. യു ഹാവ് ഓൾ ദ റൈറ്റ് ടു പ്രൂവ് ഇറ്റ്. കേട്ടോ. ദെൻ ഒഫീഷ്യൽ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ക്ലിയറിംഗ് ഹൗസ് ഓർ ക്ലിയറിംഗ് കോർപ്പറേഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ, ക്ലിയറിംഗ് ഹൗസിൻ്റെ, ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽസ് ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺസ് ആണ്. ബട്ട് യു ക്യാൻ പ്രൂവ് ഇറ്റ് അതർവൈസ്.
A member of the board of trustees of mutual funds or member of board of directors of asset management company or employee thereof. ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ അവർ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ബോർഡിൻ്റെ മെമ്പർ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയി അവർ ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺസ് ആണ്. പക്ഷേ അതെന്ത് ചെയ്യാം നിങ്ങൾക്ക്, യു ക്യാൻ പ്രൂവ് ഇറ്റ് അതർവൈസ്. such persons ആരാണ്, who manages mutual fund operations and therefore may gain access to UPSI. ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാകാം, ആ കമ്പനിയെക്കുറിച്ച് UPSI ഇൻഫർമേഷൻസ് കിട്ടാം. സോ ബോർഡ് ഓഫ് ട്രസ്റ്റി അല്ലെങ്കിൽ അതിന് അസറ്റ് മാനേജർ കമ്പനിയുടെ ബോർഡ് മെമ്പർ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസ് അവരൊക്കെ എന്താണ് ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺസ് ആണ്. മെമ്പർ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എംപ്ലോയീസ് ഓഫ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പല കമ്പനികൾക്ക് ലോൺ കൊടുത്തേക്കാം. ആ ലോൺ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും എന്തുണ്ടായിരിക്കാം, അവർക്ക് UPSI ആക്സസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ആക്സസ് ഉണ്ടെങ്കിൽ അവരാരാണ് ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺസ് ആണ്. ഉദാഹരണം, നമ്മളൊരു ബിസിനസ് പ്രപ്പോസൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ പ്രപ്പോസൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ലോൺ വേണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ കൊണ്ട് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ നമ്മൾ അവർക്ക് ഷെയർ ചെയ്യുന്നു. അതൊക്കെ എന്തായി, ഇപ്പോൾ അൺപബ്ലിഷ്ഡ് പബ്ലിക് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനായി. ആ ബാങ്കിലെ എംപ്ലോയി അത് ഉപയോഗിച്ചാൽ പോലും എന്തായിട്ട് മാറും, ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് മാറും. ആൻഡ് ഈ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ LIC, IFCI, IDBI പോലത്തെ ഓർഗനൈസേഷൻസ്. ഒഫീഷ്യൽ എംപ്ലോയി ഓഫ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ. സെബി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ്റെ ഒഫീഷ്യൽ അല്ലെങ്കിൽ എംപ്ലോയി അവരൊക്കെ എന്താണ്, അവരൊക്കെ ഡീംഡ് ടു ബി ഇൻസൈഡർ ആണ്. ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസ് ഓഫ് ഓർഗനൈസേഷൻ റെഗുലേറ്റഡ് ബൈ സെബി. അതായത് സെക്യൂരിറ്റി മാർക്കറ്റ് ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി സെബി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ് ഒക്കെ എന്താണ്, അവരൊക്കെ ഡീംഡ് ടു ബി റിലേറ്റഡ് പേഴ്സൺസ് ആണ്. ദെൻ ബാങ്കേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബാങ്കർ എന്താണ്, ഡീംഡ് ടു ബി റിലേറ്റഡ് പേഴ്സൺ ആണ്. അവരും എന്താണ് റിലേറ്റഡ് പേഴ്സൺ ആണ്. ദെൻ അവർ എന്താണ്, ഈ ബാങ്ക്സ് മേ ഒബ്റ്റെയിൻ ബാങ്ക് ഈ കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത്, അവർക്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യുന്ന സമയത്ത്, റീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടാം, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബാങ്കും ബാങ്കിൻ്റെ ഡയറക്ടേഴ്സും എംപ്ലോയീസും എന്താണ് ഡീംഡ് ടു ബി ഇൻസൈഡർ ആണ്. Then concerned firm, trust, HUF company or association of persons where a director, immediate relative or banker of the company has more than 10%. നിങ്ങളുടെ ഒരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവിന് അല്ലെങ്കിൽ കമ്പനിയുടെ ബാങ്കർക്ക് 10% കൂടുതൽ താല്പര്യമോ ഹോൾഡിങ്ങോ ഉള്ള ഏതെങ്കിലും ഒരു കൺസേൺ ഫേം, ട്രസ്റ്റ്, HUF കമ്പനി ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതും എന്താണ് ഡീംഡ് ടു ബി റിലേറ്റഡ് പേഴ്സൺ ആണ്. ഇനി ഇഫ് എ ഡയറക്ടർ ഓൺസ് 12% ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം, ആ ഫേം എന്തായിട്ട് കണക്കാക്കും, നമ്മളെ കണക്റ്റഡ് പേഴ്സൺ ആയിട്ട് കണക്കാക്കും. ഈ ഡെഫിനേഷൻ്റെ പ്രത്യേകത, ഈ ഡെഫിനേഷൻ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ സമയത്തും കമ്പനിയുമായിട്ട് നേരിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരാൾക്ക് പോലും ഇൻസൈഡർ ആകാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഡീംഡ് ടു ബി റിലേറ്റഡ് കണക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. സോ അവർ ഏതെങ്കിലും തരത്തിലെ കമ്പനിയുമായിട്ട്, കമ്പനിയുടെ ഓഫീസസുമായിട്ട് റെഗുലറായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, കമ്പനിയുടെ ഓപ്പറേഷൻസിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണ്. അവർക്ക് വേണമെങ്കിൽ UPSI ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഡീംഡ് ടു ബി കണക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഈ ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ നെറ്റ് ഭയങ്കര വൈഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് അതിൽ വെച്ചിട്ടുള്ളത്, ഇങ്ങനൊരു പ്രൊവിഷൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്. ആരാണ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്? ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ഇൻക്ലൂഡ് സ്പൗസ്, പാരൻസ്, സിബ്ലിങ്സ്, ചിൽഡ്രൻ ഓഫ് ദ പേഴ്സൺ, ചിൽഡ്രൻ ഓഫ് ദ സ്പൗസ്. സ്പൗസ്, പാരൻസ്. ആരുടെ പാരൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഇയാളുടെ പാരൻറ്റ് മാത്രമേ കണക്കാക്കൂ. അല്ലെങ്കിൽ സ്പൗസിൻ്റെ പാരൻ്റ് ഉണ്ടെങ്കിൽ അത് പറയണമായിരുന്നു. സിബ്ലിങ്സ്, അയാളുടെ സിബ്ലിങ്സ് മാത്രമേ കണക്കാക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ജുഡീഷ്യൽ പ്രസിഡൻ്റ് ഉണ്ടോ നോക്കണം. ദെൻ ചിൽഡ്രൻ ഓഫ് ദ പേഴ്സൺ, അയാളുടെ കുട്ടികൾ, അയാളുടെ ഭാര്യയുടെ കുട്ടികൾ, കേട്ടോ. ഇവരെയൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, നമുക്ക് പറയാം പ്രൊവൈഡഡ് ദാറ്റ് സച്ച് പേഴ്സൺ ഈസ് ഫിനാൻഷ്യലി ഡിപ്പെൻഡൻറ്റ് ഓർ കൺസൾട്ട് ദ ഇൻസൈഡർ ഫോർ ട്രേഡിംഗ് ഡിസിഷൻ. അയാൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഇയാൾ ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഇയാളിൽ നിന്നാണ് ഇൻഫർമേഷൻ എടുക്കുന്നതെങ്കിൽ അയാൾ എന്തായി കണക്കാക്കാം, അയാളെ ഇമ്മീഡിയറ്റ് റിലേറ്റീവായി കണക്കാക്കാം. ഐ റിപ്പീറ്റ്, എൻ്റെ ഭാര്യ എന്നോട് എന്താണ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ആണ് എന്ന് PIT റെഗുലേഷനിൽ ഞാനല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇഫ് ഷീ ഈസ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഷീ ഡസൻ കൺസൾട്ട് മീ ഫോർ ടേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, സോ ഷീ ഈസ് ഇൻഡിപെൻഡൻറ്റ്. ബൈ ലോ ഷീ ഈസ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ഓഫ് മീ. ഇതല്ല ശരിക്കുള്ള റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അനിയൻ, ഇവരൊക്കെ നിങ്ങളുമായിട്ട് നേരിട്ടിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ്. രണ്ട്, എന്താണ്, അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ അവരാരാണ്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് അല്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ആകാനുള്ള എന്തൊക്കെ സിറ്റുവേഷൻസാണ്? ഒന്നയാൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം നിങ്ങളിൽ. അയാളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മുമ്പ് നിങ്ങളോടായിരിക്കണം ചോദിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ദെൻ
A company director's son who depends financially on him by shares before major merger announcement. ഒരു കമ്പനിയുടെ ഡയറക്ടറുടെ മകൻ ആരാണോ ഈ ഡയറക്ടറോട് ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത്, അയാൾ ഈ കമ്പനിയുടെ മെർജർ ന്യൂസ് വരുന്നതിന് മുമ്പ് കുറച്ച് ഷെയറുകൾ വാങ്ങുന്നു. സിൻസ് എ സൺ ഈസ് എൻ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്, ദ ട്രേഡ് മേ ബി കൺസിഡർ ആസ് ഇൻസൈഡ്. ഇതിനെ നമുക്ക് എന്താ കണക്കാക്കാം? ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കാം. If a spouse is financially independent and does not consult the insider while trading, is a spouse excluded from the definition? ഒരു സ്പൗസ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇൻസൈഡറോട് ചോദിക്കാറില്ല. ആ സ്പൗസിനെ നമുക്ക് ഇമ്മീഡിയറ്റ് റിലേറ്റീവ് എന്നുള്ള ഡെഫിനേഷൻ ഒന്നും പുറത്താക്കാൻ പറ്റുമോ? പറ്റും. എന്താണ്? എ സ്പൗസ് ഈസ് പെർസ്യൂംഡ് ടു ബി ഇമ്മീഡിയറ്റ് റിലേറ്റീവ് അൺലെസ് പ്രൂവ്ഡ് അതർവൈസ്. ഇഫ് ഷീ ക്യാൻ പ്രൂവ് ദാറ്റ് ആക്ച്വലി ഷീ ഈസ് നോട്ട് കൺസൾട്ടിംഗ് ഹർ ഹസ്ബൻഡ് ഫോർ ടേക്കിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻ, ഷീ ക്യാൻ ബി ഈസിലി എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഡെഫിനേഷൻ ഓഫ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്. Then proposed to be listed. എന്താണ് proposed to be listed എന്ന് പറഞ്ഞാൽ? The company, the scripts are not listed but it is going to be listed. The term proposed to be listed includes securities of an unlisted company if offer documents are filed. നിങ്ങളുടെ ഓഫർ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. ആരുമായിട്ട്? സെബിയുമായിട്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട്, ROCയുമായിട്ട്. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ സെക്യൂരിറ്റികൾ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓഫർ ഡോക്യുമെൻറ്റ് നിങ്ങൾ ആർക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്? സെബിക്ക്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്, അതുപോലെ ROCക്ക് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? പ്രപ്പോസ് ടു ബി ലിസ്റ്റഡ് കമ്പനി എന്ന് പറയും. അതും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലിസ്റ്റിംഗ് ഡ്യൂ ടു മെർജർ ഓർ അമാൽഗമേഷൻ. ഈ കമ്പനി ആൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനിയല്ല, പക്ഷേ ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. അവരെന്ത് ചെയ്യുന്നു? ഒരു മെർജർ അല്ലെങ്കിൽ എന്തുണ്ടാകുന്നു? അമാൽഗമേഷൻ ഉണ്ടായതുകൊണ്ട് അവർ ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറുകയാണ്. ആൻഡ് ദ സ്കീം ഹാസ് ബീൻ ഫൈൽഡ് അണ്ടർ കമ്പനീസ്. 2013 കമ്പനീസ് ആക്ടിൽ അപ്രൂവ് ചെയ്ത സ്കീം പ്രകാരം ഒരു അൺലിസ്റ്റഡ് കമ്പനി വേറൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്യുന്ന സമയത്ത്, അമാൽഗമേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു എന്തായിട്ട് മാറുന്നു? ഒരു ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറുകയാണെങ്കിൽ അവർക്കും എന്താണ്? അവർ എന്തായിട്ട് പറയാം? ഈ ഡെഫിനേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. പ്രപ്പോസ് ടു ബി ലിസ്റ്റഡ് എന്നുള്ള ഡെഫിനേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇൻഫോർമെൻറ്റ്. ആരാ ഇൻഫോർമെൻറ്റ് ദേവ? An informant എന്ന് പറഞ്ഞാൽ is an individual who voluntarily provides information to SEBI about insider trading violation. ഇൻഫോർമൻ്റ് എന്ന് പറഞ്ഞാൽ വളണ്ടറി ആയിട്ട് ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഈ സെബിക്ക് കൊടുക്കുന്ന ആളെയാണ് നമ്മളെന്ന് പറയുന്നത് ഇൻഫോർമൻ്റ് എന്ന് പറയുന്നത്. സോ ഈ ഇൻഫോർമൻ്റ് ഒരു വളണ്ടറി ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഫോം വഴിയാണ് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഈ ഇൻഫർമേഷൻ എന്തായിരിക്കാം? ആൾറെഡി ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രസൻറ്റ്, പാസ്റ്റ് ഓർ ഫ്യൂച്ചർ അങ്ങനെ പറയണത്. അതായത് ആൾറെഡി ഒക്കേർഡ് ഓർ ആർ ഒക്കറിങ് ഓർ സപ്പോസ് ടു ഒക്കർ, മേ ഒക്കർ ഇൻ ഫ്യൂച്ചർ. ഇതിനെക്കുറിച്ചിട്ടും ഇൻസൈഡർ ഇൻഫർമേഷൻ ഇൻഫോർമൻറ്റിന് കൊടുക്കാവുന്നതാണ്. ഇനി അഥവാ അയാൾ കൊടുത്ത ഇൻഫർമേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടാം? ഇൻഫോർമൻറ്റ് മെക്കാനിസം വഴി അയാൾക്ക് എന്ത് കിട്ടാം? അയാൾക്കൊരു റിവാർഡ് കിട്ടാനുള്ള അവകാശം കൂടെ ഉണ്ട്. ട്രേഡിംഗ്. വാട്ട് ഡു യു മീൻ ബൈ ട്രേഡിംഗ്? അണ്ടർ ദിസ് റെഗുലേഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബിങ്, റെഡീമിങ്, സ്വിച്ചിങ്, ബൈയിങ്, സെല്ലിങ്, ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് ഓർ എഗ്രി ടു ബൈ ഓർ സെൽ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റികൾ സബ്സ്ക്രൈബ് ചെയ്യുക, റെഡീം ചെയ്യുക, സ്വിച്ച് ചെയ്യുക, ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക, ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്താ ചെയ്യുക? ഈ സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ തയ്യാറാവുക. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? ട്രേഡിംഗ് എന്ന് പറയാം. സോ ട്രേഡിംഗ് എന്നുള്ള വാക്ക് വളരെ ബ്രോഡാണ്. വാങ്ങുക, വിൽക്കുക മാത്രമല്ല. നിങ്ങൾ എന്തൊക്കെയുണ്ട് അതിൽ? സബ്സ്ക്രൈബ് ചെയ്യുക, യു ആർ സബ്സ്ക്രൈബിങ് ദ സെക്യൂരിറ്റീസ് ഓഫ് കമ്പനി, ഇറ്റ് ഈസ് ട്രേഡിംഗ്. ദെൻ റെഡീം ചെയ്യുക, ട്രേഡിംഗ്. സ്വിച്ച് ചെയ്യുക, ഒരു സെക്യൂരിറ്റി വേറെ സ്വിച്ച് ചെയ്യുക, ട്രേഡിംഗ്. ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക. ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഡീൽ ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ്? സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ എഗ്രി ചെയ്യുക. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? ട്രേഡിംഗ് എന്ന് പറയാം. UPSI. വാട്ട് ഈസ് UPSI? അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അതാണ് UPSI. ഓക്കെ, UPSI means any information relating to the company or its securities not generally available to the public which is made public is likely to materially affect the price of the securities. UPSI എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനാണ്. അതൊരു പബ്ലിക് ഇൻഫർമേഷൻ അല്ല, പക്ഷെ അത് പബ്ലിക് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാകാം? അത് എന്താണ്? കമ്പനിയുടെ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിനെ മെറ്റീരിയലായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതൊരു കമ്പനിയെക്കുറിച്ചോ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ഇത് പബ്ലിക്കിന് അവൈലബിൾ അല്ലാത്തൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഇത് പബ്ലിക്കിന് അവൈലബിൾ ആയാൽ ആ സെക്യൂരിറ്റിയുടെ വിലയിൽ എന്തുണ്ടാകാം? മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ആയിരിക്കാം?
ഇറ്റ് ക്യാൻ ബി കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള, ഡിവിഡൻഡിനെ കുറിച്ചിട്ടുള്ള, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള, മെർജർ ഡിമർജറിനെ കുറിച്ചിട്ടുള്ള, അക്വിസിഷനെ കുറിച്ചിട്ടുള്ള, ഡീലിസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള, ഡിസ്പോസൽ കമ്പനിയെ ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള, ബിസിനസ് എക്സ്പാൻഷനെ കുറിച്ചിട്ടുള്ള, അതുപോലെ കീ മാനേജറിയൽ പേഴ്സൺസ് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ ആയിരിക്കാം, ഇൻഫർമേഷൻ ആയിരിക്കാം ഇത്. അപ്പോൾ നിങ്ങൾക്ക് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആർ റിപ്പീറ്റിംഗ് വൺസ് മോർ. അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയെക്കുറിച്ചിട്ടോ സെക്യൂരിറ്റിയെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അത് പബ്ലിക്കിന് അവൈലബിൾ അല്ലാത്ത ഇൻഫർമേഷൻ ആയിരിക്കും. അത് പബ്ലിക്കിന് അവൈലബിൾ ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിൽ വ്യതിയാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് അൺപബ്ലിഷ്ഡ്. ഇത് ഏതൊക്കെയാകാം? ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ടിനെ കുറിച്ച്, ഡിവിഡൻഡ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ മാറ്റം, മെർജർ, ഡിമർജർ, അക്വിസിഷൻ, ഡീലിസ്റ്റിംഗ്, ഡിസ്പോസൽ ആൻഡ് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ ചേഞ്ചസ് ഇൻ കീ മാനേജറിയൽ പേഴ്സൺ, ഇതൊക്കെ എന്തായിരിക്കാം? ഇതിനൊക്കെ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആയിട്ട് കണക്കാക്കാം എന്ന് പറയുന്നു. ഒരു കേസ് സ്റ്റഡിയാണ്. സാറ്റിൻ്റെ ഓർഡറാണ്. ജി ബാലറെഡ്ഡി വേഴ്സസ് സെബി 2019 തീരുമാനം ഉണ്ടാകുന്നത്. കമ്പനി എന്ത് ചെയ്തു? കമ്പനി ഹാഡ് സെക്യൂർഡ് വർക്ക് ഓർഡേഴ്സ്. കമ്പനിക്ക് എന്ത് കിട്ടി? വർക്ക് ഓർഡേഴ്സ് കിട്ടി. ഹവർ ദ കോൺട്രാക്ട് വാസ് നോട്ട് ഫോർമലി ഇഷ്യൂഡ്. അവരുടെ കോൺട്രാക്ട് അവരെന്ത് ചെയ്യില്ല? ഫോർമൽ കോൺട്രാക്ട് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടില്ല. ദ കമ്പനി വാസ് ഓൺലി ദ ലോവസ്റ്റ് ബിഡർ. പക്ഷെ എങ്ങനെ അവർക്ക് കിട്ടുമെന്ന് മനസ്സിലായത്? ലോവസ്റ്റ് ബിഡറായിട്ട് കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ബിഡിൽ ഞാൻ പങ്കെടുത്തു, ഞാനാണ് ലോവസ്റ്റ് ബിഡർ. ഫോർമൽ ലെറ്റർ നമുക്ക് തന്നിട്ടില്ല, പക്ഷേ അത് എനിക്ക് തന്നെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താണ്? ഞാനാണ് ലോവസ്റ്റ് ബിഡർ. ഇങ്ങനത്തെ സിറ്റുവേഷനാണ്. ഓക്കെ, ദ ഇൻഫർമേഷൻ എന്താണ്? അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ്. സംശയമൊന്നുമില്ലല്ലോ, ഇത് ആർക്കും അറിയാത്തൊരു ഇൻഫർമേഷൻ, പക്ഷെ നമുക്കറിയാം അതങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളത്. ഡ്യൂറിങ് ദിസ് ടൈം സർട്ടൻ എൻറ്റിറ്റീസ് ട്രേഡഡ് ഇൻ ദ കമ്പനി ഷെയർ. ചില എൻറ്റിറ്റികൾ കമ്പനിയുടെ ഷെയറിൽ ട്രേഡ് ചെയ്തു. അവർ എന്താണ്? ദേ ആർഗ്യൂഡ് ദാറ്റ്, അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ബീങ് എ ലോവസ്റ്റ് ബിഡർ വാസ് നോർമൽ ബിസിനസ് അപ്പിയറൻസ്. ഇതൊരു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അല്ല. നോർമൽ എന്ന ഏറ്റവും ലോവസ്റ്റ് ബിഡർ ആണെങ്കിൽ അത് നോർമലാണ്, നിങ്ങൾക്ക് ഇതിനെ കിട്ടുമെന്ന് അറിയാൻ. അതിന് പ്രത്യേകിച്ച് ഗവേഷണമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിലൊരു സീക്രട്ട് ഇൻഫർമേഷൻ ആണ്. യു ആർ ദ ലോവസ്റ്റ് ബിഡർ, അത് ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. ദെൻ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. പിന്നെ എങ്ങനെ അത് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആകുക എന്നാണ് ചോദിച്ചത്. 2, ഇതിനെ UPSI ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ സാറ്റ് എന്താ പറഞ്ഞത്? ദ പ്രൊമോട്ടർ ന്യൂ ദ കമ്പനി വാസ് ദ ലോവസ്റ്റ് ബിഡർ. പ്രൊമോട്ടർക്ക് അറിയാമായിരുന്നു ഈ കമ്പനി ലോവസ്റ്റ് ബിഡർ ആണെന്ന്. ഈ ഇൻഫർമേഷൻ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് UPSI ആണ്. ഈ പ്രൊമോട്ടേഴ്സ് ഒരിക്കലും എന്ത് ചെയ്തിരിക്കാൻ പാടില്ല? ഈ കമ്പനിയുടെ ഷെയറിൽ ട്രേഡ് ചെയ്തിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ ട്രേഡ് ചെയ്ത് തെറ്റാണ്. ഇതൊരു ഔട്ട്സൈഡറാണ് ട്രേഡ് ചെയ്തതെങ്കിലോ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ഡയറക്ടേഴ്സാണ് ട്രേഡ് ചെയ്തത്. ഈ ലോവസ്റ്റ് ബിഡർ ആണെന്നുള്ളത് പബ്ലിക്കിന് അറിയണമെന്നില്ല. ആർക്കറിയുള്ളൂ? ബോർഡിനറിയാം. അപ്പോൾ ബോർഡ് ട്രേഡ് ചെയ്യുന്നത് തെറ്റാണ്. അത് പബ്ലിക്കാണ് ട്രേഡ് ചെയ്യുന്നത്, അവെയർ അല്ലാത്തൊരു പബ്ലിക്കാണ് ട്രേഡ് ചെയ്തതെങ്കിൽ അത് തെറ്റില്ല. റെഗുലേഷൻ 3, റെസ്ട്രിക്ഷൻ ഓൺ കമ്മ്യൂണിക്കേഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് UPSI. UPSIയുടെ പ്രൊക്യൂർമെൻറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ് ആണ് റെഗുലേഷൻ 3 പറയുന്നത്. എന്താ പറയണത്? റെസ്ട്രിക്ഷൻസ് ഓൺ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്? 1, ഓൺ കമ്മ്യൂണിക്കേഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് UPSI. അതിൽ ആദ്യം പറയുന്നത് എപ്പോഴാണ് നിങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, കമ്മ്യൂണിക്കേഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ UPSI. അതായത് നിങ്ങൾ എന്താ പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ, പ്രൊക്യൂർമെൻറ്റ്, എങ്ങനെ നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ പ്രൊക്യൂർ ചെയ്യാം, എന്താ UPSI എങ്ങനെയാണെന്ന് റെഗുലേഷൻ 3 പറയുന്നു. ദെൻ ഇൻസൈഡർ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ UPSI നിയമപരമായിട്ട് അയാളുടെ ജോലികൾ നിർവഹിക്കുന്നതിന് വേണ്ടി അല്ലാതെ അതൊരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. നോ പേഴ്സൺ ടു പ്രൊക്യൂർ ഓർ കോസ്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ ബൈ ദ ഇൻസൈഡർ ഓഫ് UPSI എക്സെപ്റ്റ് ഫോർ പെർഫോമിംഗ് ഡ്യൂട്ടീസ് ഓർ ലീഗൽ ഒബ്ലിഗേഷൻ. ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല? അയാളുടെ നിയമപരമായ ജോലിയുടെ ഭാഗമല്ലാതെ ഒരാളിൽ നിന്നും അയാളുടെ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കാനും പാടില്ല. അതായത് ഞാൻ കൊടുക്കാനും പാടില്ല, നിങ്ങളതിന് ശ്രമിക്കാനും പാടില്ല എന്ന് പറയുന്നു. ഇനി എക്സെപ്ഷൻസ്. ഇനി എന്തൊക്കെയാണ് ഇതിന് എക്സെപ്ഷൻസ് ഉള്ളത്? എക്സെപ്ഷൻസ് ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസാക്ഷൻ ദാറ്റ് വുഡ് entail the organization to make an open offer under the takeover regulation where the board of directors of the listed company is of informed opinion that the sharing of such information in the best interest of the company. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് ഓപ്പൺ ഓഫർ നിർബന്ധമായിട്ടും ടേക്ക് ഓവർ ചെയ്യേണ്ട കാര്യം വരികയാണ്, ഓഫർ കൊടുക്കേണ്ടുന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ അത് പബ്ലിസൈസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ അതെന്ത് ചെയ്യണം? പബ്ലിസൈസ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ബോർഡിന് അധികാരമുണ്ട്.
and not attract the obligation to make an open offer under the takeover regulation, but where the board of directors of the company is of an informed opinion that sharing of such information is the best interest of the company. ഇനി ഒരു ഓപ്പൺ ഓഫറിൻ്റെ സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല, പക്ഷേ കമ്പനിയുടെ ഡയറക്ടേഴ്സ് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും അവർക്ക് എന്ത് ചെയ്യാം, ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഇതിൽ പറഞ്ഞ സിറ്റുവേഷൻസ് മാത്രമെന്നല്ല, ചില സിറ്റുവേഷൻസിൽ അവരെന്ത് ചെയ്യണം, അവർ ചില എൻറ്റൈൽഡ് ഒബ്ലിഗേഷൻ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടേക്ക് ഓവർ റെഗുലേഷൻ പ്രകാരം ഒരു അക്വിസിഷൻ അവർക്ക് നിർബന്ധമായിട്ടും വരികയാണെങ്കിൽ അത് ഇൻഫോം ചെയ്യണം. അതിന് അൺപബ്ലിഷ് ലൈസൻസ് ഇൻഫർമേഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് അവർ ഷെയറുകൾ സെക്യൂരിറ്റികൾ വാങ്ങുന്നുണ്ട്, അതിലൊരു ഓപ്പൺ ഓഫർ വരുന്നതേ ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരാം, ചിലപ്പോൾ അതിനെ അത് അൺപബ്ലിഷ് ലൈസൻസ് ഇൻഫർമേഷൻ കണക്കാക്കിയേക്കാം. ദ എഗോ എക്സെപ്ഷൻ മാൻഡേറ്റ്സ് എക്സിക്യൂഷൻ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ്. ഈ സിറ്റുവേഷൻസിലൊക്കെ കമ്പനി എന്ത് ചെയ്യണം, മറ്റേ പാർട്ടിയുമായിട്ട് കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു ടേക്ക് ഓവർ ഡീല് നമ്മൾ വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ഡെഫിനറ്റ് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ലേ? അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് വെക്കണം, അല്ലെങ്കിൽ പ്രൈസസിൻ്റെ ഇൻഫർമേഷൻ്റെ ഡിസ്ക്ലോഷർ ആയിട്ട് കണക്കാക്കും. ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് വെക്കേണ്ടതാണ്. റെസ്ട്രിക്ഷൻ ഓൺ കമ്മ്യൂണിക്കേഷൻ ഓഫ് UPSI റെഗുലേഷൻ 3 പറയാണ്, ഒരു ഇൻസൈഡറും എന്ത് ചെയ്യാൻ പാടില്ല, കമ്മ്യൂണിക്കേറ്റ്, പ്രൊവൈഡ് ഓർ അലോ ആക്സസ് ടു any UPSI relating to the listed company or proposed to be listed company. See, I'm keeping my laptop here and I'm telling you that actually, എൻ്റെ ലാപ്ടോപ്പിന് പാസ്വേഡ് ഒന്നും ഇല്ല കേട്ടോ. ഇതിൽ എന്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, കമ്പനികളുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ഇത് കിടപ്പുണ്ടായിരിക്കും. ഞാനിവിടുന്ന് പോയ സമയത്ത് നിങ്ങൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ ഒരു കമ്പനിയുടെ പേരടിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു അൺപബ്ലിഷ് ലൈസൻസിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ ആക്സസ് ചെയ്യുന്നു, അതുപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു. ഞാൻ ലയബിളാണോ? ഞാൻ ലയബിളാണ്. നേരിട്ടോ അല്ലാതെയോ ഒരാളെ എന്ത് ചെയ്യുന്നു, അയാളെ എന്ത് ചെയ്യുന്നു, അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ആക്സസ് കൊടുക്കുന്നു. എന്തിനെക്കുറിച്ചിട്ട്, ഒരു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനെ കുറിച്ച് ആക്സസ് കൊടുക്കുകയാണെങ്കിൽ അതൊരു ലിസ്റ്റഡ് കമ്പനിയെ കുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രപ്പോസ്ഡ് ബി ലിസ്റ്റഡ് കമ്പനിയെ കുറിച്ചിട്ടാകാം. അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, അതിനെ വയലേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. എക്സെപ്ഷൻ, ഈ കമ്മ്യൂണിക്കേഷൻ എന്തിനാണ്, ഒരു ലെജിറ്റിമേറ്റ് പർപ്പസിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ജോലിയുടെ നിർവഹിക്കുന്ന ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലീഗൽ ഒബ്ലിഗേഷൻ ഭാഗമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് എക്സെപ്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നിയമപരമായിട്ടുള്ള ഒബ്ലിഗേഷൻസിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ലെജിറ്റിമേറ്റ് പർപ്പസിന് അങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റായിട്ട് കണക്കാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തായാലും കണക്കാക്കും, അതിനെ തെറ്റായിട്ട് തന്നെ കണക്കാക്കും എന്ന് പറയുന്നു. ക്ലിയർ ആണ്? നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് റെഗുലേഷൻ 3 പറയുന്നത്. ഒരു ഇൻസൈഡറും എന്ത് ചെയ്യാൻ പാടില്ല, കമ്മ്യൂണിക്കേറ്റ്, പ്രൊവൈഡ് ഓർ അലോ ആക്സസ് ടു എനി UPSI റിലേറ്റിംഗ് ടു എ ലിസ്റ്റഡ് കമ്പനി ഓർ പ്രപ്പോസ് ടു ബി എ ലിസ്റ്റഡ് കമ്പനി. എക്സെപ്ഷൻസ്, if it is for legitimate purpose or performance of duties or go with the legal obligations, you can definitely disclose. Prohibition on procuring UPSI. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് UPSI പ്രൊക്യൂർ ചെയ്യാനും പാടില്ല. No person shall procure നേടിയെടുക്കാൻ പാടില്ല, ഇൻഡ്യൂസ് നിർബന്ധിക്കാൻ പാടില്ല, ഓർ കോസ് കമ്മ്യൂണിക്കേഷൻ തെറ്റായിട്ടാണെങ്കിലും വേറൊരാളേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. നമ്മളിതൊക്കെ ചെയ്യും. എന്താണ് പ്രൊക്യൂർ എന്ന് പറയാൻ അർത്ഥം? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യും. അതങ്ങനെ എനിക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അത് വയലേഷനാണ്. ഒരാളിൽ നിന്ന് വേറൊരു കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ട് ആ ഇൻഫർമേഷൻ വാങ്ങുന്നു, അതായത് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ്, ഇല്ലീഗൽ പ്രൊക്യൂർമെൻ്റ് അല്ലേ നടക്കുന്നത്? അങ്ങനെ പ്രൊക്യൂർ ചെയ്യാൻ പാടില്ല. ദെൻ ഇൻഡ്യൂസ്, എന്താണ് ഇൻഡ്യൂസ്? നമുക്ക് നിങ്ങളുടെ ടെലിഫോണിൻ്റെ ബില്ല് ഞാൻ അടച്ചോളാം, നിങ്ങളുടെ വാട്സാപ്പിൻ്റെ ആക്സസ് എനിക്ക് തന്നാൽ മതി. ഇൻഡ്യൂസ്മെൻ്റ് അല്ലേ? ഇൻഡ്യൂസ്മെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൈബ് തരാം, നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് ഇൻഫർമേഷൻ എനിക്ക് തരാണെങ്കിൽ എനിക്കുണ്ടാകുന്ന ലാഭത്തിൻ്റെ 40% നിങ്ങൾക്ക് തരാം. ഇൻഡ്യൂസ്മെൻ്റ് അല്ലേ? ഇൻഡ്യൂസ്മെൻറ്റ്. ദെൻ കോസ് കമ്മ്യൂണിക്കേഷൻ UPSI, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ആ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാരണമായിട്ട് മാറുന്നു. അൺലെസ് ഇറ്റ് ഈസ് റിക്വയർഡ്, നിങ്ങൾക്ക് ലെജിറ്റിമേറ്റ് പർപ്പസിന് അല്ലെങ്കിൽ ലീഗൽ ഡ്യൂട്ടീസിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഒരാളിൽ നിന്നും ഇത് ചെയ്യാൻ പാടില്ല, അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പ്രൊക്യൂർ ചെയ്യാനോ ഇൻഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനോ നിങ്ങൾ പാടുള്ളതല്ല. പോളിസി ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ലെജിറ്റിമേറ്റ് പർപ്പസ്. അപ്പോഴാണ് പ്രശ്നം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ലെജിറ്റിമേറ്റ് പർപ്പസ് ആണോ ഇല്ലയോ എന്നറിയുന്നത്? ലെജിറ്റിമേറ്റ് പർപ്പസ് എന്താ പറയുന്നത്? ലെജിറ്റിമേറ്റ് പർപ്പസ്, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, റെഗുലേഷൻ 3 പറയുന്നത്, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ ലിസ്റ്റഡ് കമ്പനി മസ്റ്റ് ഫ്രെയിം എ പോളിസി ഡിഫൈനിങ് ലെജിറ്റിമേറ്റ് പർപ്പസ്. എന്താണ് ലെജിറ്റിമേറ്റ് പർപ്പസ് എന്ന് പറയുന്ന ഒരു പോളിസി ആരുണ്ടാക്കണം? കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാകണം. ഇത് എവിടെയായിരിക്കണം? കോഡ് ഓഫ് ഫെയർ ഡിസ്ക്ലോഷറിൻ്റെ ഭാഗമായിരിക്കണം. നിങ്ങളുടെ കമ്പനിയുടെ കോഡ് ഓഫ് ഫെയർ ഡിസ്ക്ലോഷറിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ലെജിറ്റിമേറ്റ് പർപ്പസ്, എന്തൊക്കെയാണ് ലെജിറ്റിമേറ്റ് പർപ്പസ് അല്ല എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ലെജിറ്റിമേറ്റ് പർപ്പസിന് ചില എക്സാമ്പിൾസ് ആണ് ആഴ്ച പറയുന്നത്. ഒന്ന്, എന്താണ്, UPSI may be shared with, നിങ്ങൾക്ക് താഴെ പറയുന്ന ആൾക്കാരുമായിട്ട് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ലെജിറ്റിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒന്ന്, പാർട്ട്നേഴ്സായിട്ട്,
കൊളാബറേറ്റേഴ്സായിട്ട്, ലെൻഡേഴ്സായിട്ട്, കസ്റ്റമേഴ്സായിട്ട്, സപ്ലയേഴ്സ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, ലീഗൽ അഡ്വൈസേഴ്സ്, ഓഡിറ്റേഴ്സ്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ്, കൺസൾട്ടൻറ്റ്, ഇവരൊക്കെ പല സമയത്ത് ഇവരുമായിട്ട് നമുക്ക് നിയമപരമായിട്ട് തന്നെ എന്തുണ്ടാകാൻ വേണ്ടി വരും, ഈ ഇൻസൈഡർ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടി വരും. അത് ചില കസ്റ്റമേഴ്സ് നമുക്ക് പറയേണ്ടി വരും, ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. ഉദാഹരണം നമ്മൾ പറയുകയാണ്, നമ്മൾ പുതിയൊരു കാറ് ലോഞ്ച് ചെയ്യാൻ പോകണം. ഇപ്പം ഇപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി ഹുണ്ടായാണെന്ന് തോന്നുന്നു അല്ലേ, ഒരു പുതിയ കാർ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതിനെ ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടാൻ വേണ്ടി ചില കസ്റ്റമേഴ്സ് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരും. അവർ മാത്രം നിങ്ങളുടെ ഒരു വാല്യൂഡ് കസ്റ്റമർ ഉണ്ട്, ചിലപ്പോൾ അയാൾക്കാർക്ക് ഇത് ആദ്യം കൊടുക്കുന്നത്. ടീ ടേസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ടീ ടേസ്റ്റർ അങ്ങനെ ജോലിയാണ്. ടീ ടേസ്റ്റർ എന്നൊരു ജോലിയാണ്. അയാളുടെ ജോലി ചായപ്പൊടി, ചായപ്പം റെഡ് ലേബൽ ഡസ്റ്റ്, റെഡ് ലേബൽ സ്ട്രോങ്, റെഡ് ലേബൽ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ ചായ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റർ എന്നിട്ട് ആളുണ്ട്. അയാൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയും, ഓക്കെ ഇത് റെഡാണ് കേട്ടോ, ഇത് റെഡിലേക്ക് മാറ്റിക്കോളൂ, ഇത് സ്ട്രോങ് ആണ്. ഒരു ജോലിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ നമുക്ക് അയാളോട് ചിലത് ഷെയർ ചെയ്താലേ പറ്റത്തുള്ളൂ. ചായയിൽ മാത്രമൊന്നുമല്ല, ഐസ്ക്രീമിലുണ്ട് അവർ, അങ്ങനത്തെ ആൾക്കാർ, ഫുഡിലൊക്കെ ഉണ്ട് അവർ, ടേസ്റ്റേഴ്സ് ഉണ്ട്. ലിക്കറിലുണ്ട്, അറിയുന്നത് കള്ള് വിൽക്കില്ലേ, കള്ള് ഷാപ്പിൽ കള്ളിൻ്റെ സ്ട്രോങ് ടെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അവരുടെ സ്ഥിരം കുറ്റികളുണ്ടാവും. അവർക്കാണ് രാവിലത്തെ ആദ്യത്തെ കോപ്പ കൊടുക്കുക. അവരിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ മറ്റുള്ളവർ കൊടുക്കുള്ളൂ. ഒന്നുകിൽ ഇയാൾ മരിക്കും, അല്ലെങ്കിൽ ഇയാൾ നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഈ ഇത്രമാത്രം കള്ളിനുള്ള പനയൊക്കെ എവിടെയുള്ളത്? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ എവിടെ നിന്ന് ഈ കള്ള് വരുന്നറിയോ നിങ്ങൾക്ക്? ചിറ്റൂരിന്ന്, ആ പൊള്ളാച്ചി സൈഡിൽ നിന്ന്. അവിടെ നിന്നാണ് രാവിലെ ആ ഒരു ലോറിയിൽ പിക്കപ്പില്ലേ, മഹീന്ദ്രയുടെ ബൊലേറോ പിക്കപ്പില്ലേ, അങ്ങനത്തെ വാൽമാക്രി എന്നല്ലേ പറയാന്, വാൽമാക്രി, ആ വണ്ടിയുടെ പേരതാണ്. ആ വണ്ടിയിൽ നല്ല ഡ്രമ്മിലാണ് വരുന്നത്. ഈ സാധനം കൊണ്ട് മലയാളികൾക്ക് കുടിക്കാനുള്ള, ഒരു പണി എടുക്കാണ്ടിരിക്കുന്ന മലയാളി കുടിക്കാനുള്ള കള്ള് കിട്ടുമോ? അപ്പോൾ അവർ ഈ ഒരു കെമിക്കലുണ്ട്, നവസാരം എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ ഒക്കെ ചേർത്തിട്ട് ഇവർ കുത്തി കലക്കി ഉണ്ടാക്കും, കുമ്പളങ്ങയൊക്കെ ഇട്ടുണ്ടാക്കും. ആ പുളി, ആ നാറ്റം കുറച്ച് ഈച്ചേനെയും പാറ്റേനെയും പിടിച്ച് അതിലേക്കിടും. എന്നിട്ട് അത് കോപ്പ ചെയ്ത് നമുക്ക് തരും. ഇത് കുടിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. അവൻ്റെ കൂട്ടങ്ങോട്ട് തെറ്റി നമ്മളാണ് പോവും. അപ്പോൾ അതിന് രാവിലെ ഇത് കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെ വറക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ രാവിലെ വരുമ്പോൾ അവരാദ്യം വിളിക്കും, എന്നിട്ട് അവർക്കൊരു കോപ്പ് കൊടുക്കും. ഓരോ കള്ള് ഷാപ്പിനും ഉണ്ടായിരിക്കും ഒരു ടേസ്റ്റർ. ഇതൊക്കെ നമ്മൾ വിചാരിക്കാൻ തോന്നുന്നു ശരിയല്ല എന്ന് ആണ്. ഈ കാറ്ററിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ടേസ്റ്റേഴ്സ് ഉണ്ട്. പുളിയഞ്ചിൻ്റെ ആയിക്കഴിഞ്ഞാൽ വിളിക്കും, വരും ടേസ്റ്റ് ചെയ്യും, ഓക്കെ അല്ലേ, ഓക്കെ. പിന്നെ അവളൊന്നും ചെയ്യില്ല, അടച്ചു വയ്ക്കും. കാരണം ഇയാളാണ് ടേസ്റ്റർ, ആസ്ഥാന ടേസ്റ്റർ. നമുക്ക് എന്തായാലും ടേസ്റ്റ് എന്ന് അറിയില്ല. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ പറയുക, കുഴപ്പമില്ല, അപ്പോൾ അവർക്കറിയാം ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് വിട്ടേക്കും, ശരി വേറെ ആൾ വിളിക്കാതെ കണ്ടോ. അതുപോലെ അപ്പോൾ കസ്റ്റമേഴ്സ് അവരൊക്കെയാണ്. കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, ലീഗൽ അഡ്വൈസേഴ്സ്, ഓഡിറ്റേഴ്സ്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ്, കൺസൾട്ടൻസ്, ഇവരുമായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടി വരും. അവരൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, ഇൻസൈഡറായിട്ട് പറയാം. ഏതെങ്കിലും തരത്തിൽ UPSC അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഏതെങ്കിലും തരത്തിൽ ആക്സസ് ഉള്ള ഒരാളെയും നമുക്ക് എന്ത് പറയാം, ഇൻസൈഡറായിട്ട് കണക്കാക്കും. അതായത് നിങ്ങൾക്ക് നേരിട്ടിട്ട് UPSC ഇല്ല, പക്ഷേ സംബഡി ഹാവ് UPSC ബട്ട് യു ഹാവ് ആക്സസ് ടു ദാറ്റ്, അത് എന്തായിട്ട് കണക്കാക്കും, ഇൻസൈഡറായിട്ട് കണക്കാക്കും. റെഗുലേഷൻ 3(2)B പറയാണ്. എന്താ പറയണത്, എനി പേഴ്സൺ ഹു റിസീവ്സ് UPSC ഫോർ ലെജിറ്റിമേറ്റ് പർപ്പസ് ബിക്കംസ് എൻ ഇൻസൈഡർ. നിങ്ങൾക്ക് നിയമപരമായ കാര്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി UPSC കിട്ടുന്നു. അങ്ങനെ കിട്ടിയാൽ പോലും നിങ്ങളാരാണ്, ഇൻസൈഡറാണ്. നിങ്ങളിൽ നിന്ന് അത് നിയമപരമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി പാസ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ എന്തായി ചെയ്തു, ഇൻസൈഡർ ട്രേഡിംഗ് വയലേഷൻ ചെയ്തതായിട്ട് കണക്കാക്കും. So he have to, if a person receives an UPSC for legitimate purpose, he should maintain confidentiality. അയാൾ എന്ത് ചെയ്യണം, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, കംപ്ലൈ വിത്ത് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ്. ഇനി ഈ കമ്മ്യൂണിക്കേഷൻ റെസ്ട്രിക്ഷൻസിന്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? റെഗുലേഷൻ 3(3) പറയുക. എന്താ പറയണത്, UPSC may be shared in connection with the transaction. ഏതൊക്കെ താഴെ പറയുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് UPSC ഷെയർ ചെയ്യാം. Require an open offer. If a transaction triggers an open offer under takeover regulations, UPSC may be shared if board believes it is in the best interest of the company. ഒരു സിറ്റുവേഷൻസിൽ നമ്മുടെ കമ്പനിയിലെ മുകളിൽ ഒരു ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യാൻ പോവുകയാണ്. അതായത് വേറൊരാൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ ട്രേഡ് ചെയ്യുന്നു, അയാൾ വാങ്ങുന്നു. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ മുകളിൽ അയാൾ എന്തുണ്ടാവും, ഒരു ഓപ്പൺ ഓഫർ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആ ഇൻഫർമേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോർഡിന് തോന്നുകയാണെങ്കിൽ ബോർഡിനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സുപ്രഭാതത്തിൽ ഒരു പർട്ടിക്കുലർ കമ്പനി നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഇൻഫർമേഷൻ അതിൻ്റെ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അറിയില്ല.
അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അറിഞ്ഞ ഉടനെ തന്നെ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പറയാൻ നോക്കൂ, ഈ കമ്പനിയിൽ നമുക്ക് ഒരു ഓപ്പൺ ഓഫർ ഇന്ന കമ്പനിയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, വാട്ട് എവർ പ്രിക്കോഷൻസ് യു വാണ്ട് ടു ടേക്ക് യു ടേക്ക്. ഇത് അൺപബ്ലിഷ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ്, അതിനെ കമ്മ്യൂണിക്കേഷനായി കണക്കാക്കില്ല. ദിസ് ഈസ് ഡൺ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു പ്രിവെന്റ് എൻ ഓപ്പൺ ഓഫർ. ഒരു ഓപ്പൺ ഓഫർ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആയതുകൊണ്ട് അതെന്തായി കണക്കാക്കില്ല, അതിനെ ഇൻചാർജ് ഇൻഫർമേഷൻ ആയി കണക്കാക്കില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. 2, no open offer required. താഴെ പറയുന്ന സിറ്റുവേഷനിൽ ഓപ്പൺ ഓഫർ ഇല്ലെങ്കിൽ പോലും, ഇഫ് ദ ട്രാൻസാക്ഷൻ ഡസ് നോട്ട് ട്രിഗർ എൻ ഓപ്പൺ ഓഫർ ബട്ട് ദ ബോർഡ് കൺസിഡർ ബെനിഫിഷ്യൽ, UPSA മേ ബി മെയ്ഡ് പബ്ലിക് അറ്റ്ലീസ്റ്റ് 2 ട്രേഡിംഗ് ഡേയ്സ് ബിഫോർ ദ ട്രാൻസാക്ഷൻ. ഇനി ചില സിറ്റുവേഷൻസിൽ ഇതൊരു അൺപബ്ലിഷ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ്, പക്ഷേ ഇതൊരു ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ ട്രാൻസാക്ഷൻ 2 ദിവസം മുമ്പ് വേണമെങ്കിൽ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യാം, പബ്ലിക് ആക്കി മാറ്റാൻ ഡയറക്ടേഴ്സിന് അധികാരമുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻഫർമേഷൻ അസിമെട്രി ഒഴിവാക്കുക. എന്താ അസിമെട്രി എന്ന് പറഞ്ഞാൽ, ഒരേപോലെ എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷനാണ് അസിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായ ആൾക്കാർക്ക് വ്യത്യസ്ത സമയങ്ങളിൽ ഇൻഫർമേഷൻ കിട്ടുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു അൺപബ്ലിഷ്ഡ് പ്രൈസസ് ഇൻഫർമേഷൻ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് റിലീസ് ചെയ്യാവുന്നതാണ് 2 ദിവസം മുമ്പ് തന്നെ. അതായത് 2 സിറ്റുവേഷൻസാണ് പറഞ്ഞത്. ഒരു ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഒരു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പബ്ലിക് ആക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. 2, ഒരു ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യുന്നില്ല, പക്ഷേ ഒരു ഓഫർ ഉണ്ട്, ഒരു ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യാത്ത ഒരു അക്വിസിഷൻ ആണ്. ഇതിന്റെ ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നതിന് 2 ദിവസം മുമ്പ് വേണമെങ്കിൽ ഇൻഫർമേഷൻ അസിമെട്രി ഒഴിവാക്കുന്നതിന് വേണ്ടി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനിയിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അധികാരമുണ്ട്. കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ്സ്. ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ എന്തുണ്ടായിരിക്കും, എക്സിക്യൂഷൻ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ്, ഇത് മാൻഡേറ്ററി ആണ്. ദെൻ എപ്പോഴാണോ നിങ്ങൾ ഒരു ലെജിറ്റിമേറ്റ് ട്രാൻസാക്ഷന് വേണ്ടി UPSI ഒരാൾക്ക് ഷെയർ ചെയ്യുന്നത്, ബോർഡ് അയാളുമായിട്ട് ഒരു കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റും നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റും സൈൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു മർച്ചന്റ് ബാങ്കറുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ തന്നെ ആ എഗ്രിമെന്റിൽ തന്നെ ഉണ്ടായിരിക്കും കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റും നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റും അതിൽ തന്നെ ഉണ്ടായിരിക്കും. ഇനി അതൊന്നും അല്ലാതെ ഞാൻ നിജിനെ എൻ്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് എൻ്റെ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UPSI ആക്സസ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ വ്യക്തമായി രേഖപ്പെടുത്തും. എന്താ വയ്ക്കുക, നിങ്ങൾ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ്, നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ ലെജിറ്റിമേറ്റ് അല്ല പർപ്പസിനല്ലാതെ ലീഗലായ പർപ്പസിനല്ലാതെ വേറൊരാൾക്കും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ്, confidentiality agreement, whatever information you are accessing while you are working on the company, you are accessing those information are kept confidential and will not be communicated with anybody. Confidentiality clause, ഇത് രണ്ടും നിങ്ങളുടെ എഗ്രിമെന്റിൽ ഉണ്ടായിരിക്കും. ഇത് നിർബന്ധമാണ്. ആരുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴും ഈ രണ്ടും വേണം. ഒരിക്കലും ഇത് തെറ്റിക്കരുത്. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറഞ്ഞു പോവാണ്, 2 മിനിറ്റിൽ ഇത് കുറച്ച് നേരത്തെ പറയേണ്ട സ്റ്റോറിയാണ്, പക്ഷെ പറഞ്ഞു പോവാണ്. ആമസോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആമസോൺ കാരണമാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ് പൂട്ടിപ്പോയത്, ബിഗ് ബസാർ പൂട്ടിപ്പോയത്. അതൊരു കമ്പനി സെക്രട്ടറിയുടെ പരാജയമായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഈ ആമസോണിന്, ഈ ഫ്യൂച്ചറിന്, ഒരു ബിഗ് ബസാറിന് ഒരു ഡിസ്കൗണ്ട് കാർഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ കുറേയധികം സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ കൺസ്യൂമർ കൗണ്ടറിൽ പോയാൽ നിങ്ങൾക്ക് ഒരു കാർഡ് കിട്ടും. ഈ കാർഡ് അടുത്ത പർച്ചേസ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാമായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ബിഗ് ബസാറിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ ഈ ആമസോൺ 200 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഏത്, ബിഗ് ബസാറിലല്ല, ഫ്യൂച്ചർ റിറ്റെയിലല്ല, അവരുടെ ഒരു സബ്സിഡറി കമ്പനി. ആ കമ്പനിയാണ് ഇവരുടെ ഡിസ്കൗണ്ട് കാർഡ് ബിസിനസ് ചെയ്യുന്നത്. അതിൽ 200 കോടി രൂപ ആര് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു? ആമസോൺ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആമസോൺ ആണ് ഈ ഡിസ്കൗണ്ട് കാർഡ് കൊടുത്തിരുന്നത്. അവരുമായിട്ട് എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് ഇവരുമായിട്ടൊരു എഗ്രിമെന്റ് വയ്ക്കും. ആരായ ഫ്യൂച്ചർ ഗ്രൂപ്പുമായിട്ടും ആമസോണുമായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. എപ്പോഴാണോ ഈ ഫ്യൂച്ചർ റീറ്റെയിൽ എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനി അവരുടെ ഷെയർ വേറെ ആർക്കെങ്കിലും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ആര് അപ്രൂവൽ വേണം? ആമസോണിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. ആമസോണിൻ്റെ അപ്രൂവൽ ഇല്ലെങ്കിൽ അത് വിൽക്കാൻ പാടില്ല എന്നൊരു ക്ലോസ് വെച്ചു. ഇവിടെ ഫ്യൂച്ചർ റീറ്റെയിലുമായിട്ട് ആമസോൺ ഒരു കോൺട്രാക്റ്റും ഇല്ല, എന്നിട്ട് പോലും അങ്ങനെ ഒരു ക്ലോസ് അതിൽ വെച്ചു. ആ ക്ലോസ് സെറ്റായിപ്പോയി. ആ ക്ലോസ് വെക്കേണ്ടത് ആരുമായിട്ടായിരുന്നു? ആമസോണിൻ്റെ കാർഡുമായിട്ട് ഡീലുള്ള ആ കമ്പനി, സബ്സിഡറി കമ്പനി ആയിട്ടാണ്. ഇതിൻ്റെ മദർ കമ്പനിയുടെ ഷെയർ വിൽക്കണമെങ്കിലും പോലും ആമസോണിൻ്റെ അപ്രൂവൽ വേണം എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് വെച്ചു. അത് ബൈ മിസ്റ്റേക്ക് വെച്ചതാണ്. 24,000 കോടി രൂപയ്ക്ക് റിലയൻസിന് വിൽക്കാൻ തീരുമാനമായി. 4,000 കോടി അഡ്വാൻസ് വാങ്ങി. ആര്? കിഷോർ ബിയാനെ. ആമസോൺ ആർബിട്രേഷൻ കോർട്ടിൽ കേസ് കൊടുത്തു. എഗ്രിമെന്റ് വളരെ ക്ലിയർ ആണ്, അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. എഗ്രിമെന്റ് സേസ് ദാറ്റ് if future retail want to sell the shares to any other person,
ദേ ഹാവ് ടു ഗെറ്റ് ഫസ്റ്റ് പെർമിഷൻ ഫ്രം ആമസോൺ. ആമസോൺ പെർമിഷൻ കൊടുക്കില്ല, ഉറപ്പാണ്. കാരണം ആമസോണിൻ്റെ റീറ്റെയിൽ ബിസിനസ്സിനെ കൊല്ലാൻ സാധിക്കുന്നത് ആർക്കാണ്? റിലയൻസിനാണ്. അജിയോ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, പക്ഷെ അതിപ്പോൾ അത്ര പോപ്പുലർ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഉപയോഗിച്ചിട്ടില്ല. അജിയോ എന്ന് പറഞ്ഞിട്ടില്ലേ, അജിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രേഡിംഗ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഭയങ്കരമായിട്ട് വലുതാകപ്പെടുമെന്നും അത് ആമസോണിന് ഭീഷണിയാവുന്ന ചോദിച്ചപ്പോൾ ആമസോൺ എന്ത് ചെയ്തു? നീർക്കൂലി കഴിച്ചാലും മത്താഴം മണക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ പൂട്ട് വെച്ചു. അവസാനം ഈ ഡീലിങ്സ് മുമ്പിലേക്ക് പോയി, കേസ് മുമ്പിലേക്ക് പോയി. അവസാനം റിലയൻസ് പിന്മാറി, ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറി. പിന്നെ ഫ്യൂച്ചർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഔട്ട്റൈറ്റ് ചെയ്ത് നടത്തി. അതിനുള്ളിലെ സാധനങ്ങളും റാക്കുകളും ഒക്കെ ഉണ്ടല്ലോ, അത് മുഴുവനുമായിട്ട് മെലക്കെട്ടിട്ട് അത് മുഴുവൻ ആർക്ക് കൊടുക്കുക ചെയ്തത്? റിലയൻസിന് കൊടുക്കുക ചെയ്തത്. കമ്പനി വിറ്റിട്ടില്ല, ഇനി കമ്പനിയെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ഉദ്ദേശിച്ചത് കമ്പനി മൊത്തം കൊടുക്കുക എന്നാണ്. പിന്നെ വേറെ വഴിയില്ലാണ്ടായി. കാരണം ഓരോ ആഴ്ച ഓരോ മാസം കഴിയുമ്പോഴും വാടക പെൻഡിങ് ആവുകയാണ്. ഓരോ സ്ഥലത്തും ബിഗ് ബസാറിന് വാടക കൊടുക്കണ്ടേ? ഇത് കൊടുക്കാനുള്ള കപ്പാസിറ്റി കിഷോർ പിയാനിക്കില്ല. കോവിഡ് കഴിഞ്ഞുകൊണ്ട് അയാൾ തർപ്പണമായി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? എന്തായാലും ആമസോൺ കമ്പനി വെക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ സാധനങ്ങൾ മുഴുവൻ പെട്ടിക്കൂട്ടി ഇവർക്ക് വെച്ചു. റിലയൻസ് ഏതാ കള്ളൻ? അടുത്തൊരു പൂട്ട് വെച്ചു കിഷോർ ബിയാനിക്ക്. അടുത്ത 15 കൊല്ലം നിങ്ങൾ FMCG ബിസിനസ് ചെയ്യാൻ പാടില്ല. ആലോചിച്ചോളാം. ഇവിടെ ശരിക്കും യു ഹാവ് എ ഗ്രേറ്റ് റോൾ ടു പ്ലേ ഇൻ എ കോർപ്പറേറ്റ് സക്സസ്. ഒരു കമ്പനി സെക്രട്ടറിക്ക് ഒരു കമ്പനിയുടെ വിജയത്തിൽ വളരെ വലിയ റോളാണ് പ്ലേ ചെയ്യാനുള്ളത്. യുവർ ഇഗ്നോറൻസ്. സി, ഇഫ് ഐ എം എ ഡയറക്ടർ, ഐ എം ഗോയിങ് ടു ബിലീവ് യു ആസ് എ കമ്പനി സെക്രട്ടറി. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പറയണത്. മുകേഷ് അംബാനി അദ്ദേഹത്തിൻ്റെ പല സ്പീച്ചുകളിലും പറഞ്ഞിട്ടുണ്ട്, വെൻ ദ ടേക്ക് ഓവർ, അമാൽഗമേഷൻ, മെർജേഴ്സ് ആർ ഹാപ്പനിങ്, he will discuss with the corporate company secretary at the last point. ബാക്കി എല്ലാ കാര്യവും ശരിയായി കഴിഞ്ഞാലും he will take decision only after discussing with the company secretary of the group. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാരണം he believes that she is the person who have every knowledge about the legal aspects of the transaction. അവർ യെസ് എന്ന് പറഞ്ഞാൽ അവർ സൈൻ ചെയ്യും. ഇവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയാലോ? കാലന് മിസ്റ്റേക്ക് പറ്റുന്ന പോലെ കമ്പനി സെക്രട്ടറിക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. ആളെ മാറി കൊല്ല പോലെ നമ്മൾ വിചാരിച്ചത് വലിയ കാര്യമായിരിക്കും, പോണത് കമ്പനി മൊത്തം പോയി പോകും. ഇതൊക്കെ വലിയ എക്സാമ്പിൾസ് ആണ്. യു ഹാവ് എ ബിഗ് റോൾ ടു പ്ലേ. നമുക്കൊരിക്കലും ഇഗ്നോറൻ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ആൾക്കാർ വിശ്വസിച്ച് കളയും. ഒരു കമ്പനി സെക്രട്ടറി ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഒരു ചോദ്യം ഡയറക്ടർ ചോദിക്കുമ്പോൾ അങ്ങനെയല്ലേ രാജീവേ, യെസ് സാർ എന്ന് ഞാൻ അയാളെ സൂചിപ്പിക്കാൻ പറഞ്ഞാൽ പിന്നെ അത് നോ സാർ എന്ന് പറയാൻ പറ്റും എനിക്ക്. ആർ യു ഗെറ്റിംഗ്? നമ്മൾ സാധാരണ കൈക്കോട്ട് വയ്ക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ കണക്ക് എഴുതാൻ പോകുന്ന ജോലിയല്ല കമ്പനി സെക്രട്ടറി ജോലി. കമ്പനി സെക്രട്ടറി ജോലി എന്ന് പറഞ്ഞാൽ യു വിൽ ബി റെപ്രസെൻറ്റിംഗ് യുവർ കമ്പനി ഇൻ NCLT, court, tribunals, administrative bodies, whatever document has to be filed. For example, your company is going to have a merger with a foreign company. അതിൻ്റെ ഫുൾ ഡോക്യുമെൻറ്റേഷൻ സ്ക്രാച്ച് മുതൽ കംപ്ലീഷൻ വരെ ഫുൾ ആരെ പ്രിപ്പയർ നിങ്ങളാണ്. നിങ്ങൾ പറഞ്ഞെടുത്ത് സാറേ ഒരു സൈൻ വേണം, പെന്നടിക സൈൻ ചെയ്ത് പോകും. നിങ്ങളുടെ മാനേജറായിട്ട് ചിലപ്പോൾ അതേ ചെയ്യുള്ളൂ. സാറേ ഒരു 10 സൈൻ വേണം, എവിടെ വേണ്ടേ? ഇതിലാ, ഓക്കെ ഒക്കെ നോക്കി രാജുവേ, ഓക്കെ ഡൺ, ഓക്കെ സൈൻ ചെയ്യാം, തുറക്കേ ടികിടും. ഞാൻ അയാളുടെ സീലും കുത്തി ഞാൻ വിടും. ഇനി ഞാൻ ഈ അടിച്ച് തെറ്റുണ്ടെങ്കിലോ എനിക്ക് സിമ്പിളാണോ, റിസൈൻ ചെയ്യാൻ പോവാം. പക്ഷേ കമ്പനി ഹാസ് ഗോൺ na. സോ യു ഹാവ് എ ബിഗർ റോൾ ടു പ്ലേ. സാധാരണ ഒരു ജോലിയല്ല കമ്പനി സെക്രട്ടറി. അത് മനസ്സിലാക്കണം. നമ്മൾ ഇൻസൈഡ് ട്രേഡിങ്ങിലൊക്കെ വളരെ വലിയ റോളാണ് നമുക്ക് പ്ലേ ചെയ്യാനുള്ളത്. So confidentiality agreement, whatever agreements you are entering with anybody in the course of a duty, you see that actually non-disclosure agreements or confidentiality clause അതിൻ്റെ ഭാഗമായിരിക്കണം. Then structured digital database. എന്താണ് structured digital database? Revision 3.5. Companies must maintain a structured digital database. കമ്പനികൾ എന്ത് ചെയ്യണം? ഒരു സ്ട്രക്ചേർഡ് ഡിജിറ്റൽ ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ടെയ്നിങ് നാച്ചർ ഓഫ് എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്? UPSA ട്രാൻസാക്ഷൻ്റെ നാച്ചർ ഉണ്ടായിരിക്കണം. ആരോടൊക്കെയാണ് UPSA നമ്മൾ ഷെയർ ചെയ്തതെന്നുണ്ടായിരിക്കണം. ദെൻ ആർക്കൊക്കെയാണ് UPSA കിട്ടാൻ സാധ്യതയുള്ളതെന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൻ്റെ ഓതറൈസ്ഡ് ഐഡൻറ്റിഫയറുടെ പാൻ കാർഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അയാളുടെ ഒരു പാൻ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡൻറ്റിഫയർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾ ട്രേഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ അയാളുടെ റിലേറ്റ് ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ വേണ്ടത്? നമ്മുടെ സ്ട്രക്ചേർഡ് ഡിജിറ്റൽ ഡാറ്റാബേസിൽ ആർക്കൊക്കെ UPSA ഷെയർ ചെയ്തിട്ടുണ്ട്. 2, ആരാണ് നെയിം ഓഫ് പേഴ്സൺ ഷെയറിങ് UPSA, ആരാണ് UPSA ഷെയർ ചെയ്യുന്നത്, ആരാണ് UPSA റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ നാച്ചുറലുള്ള UPSA ആണ് ഷെയർ ചെയ്യുന്നത്, ഇവരുടെ പാന് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഐഡൻറ്റിഫയർ. ഇത്രയും നമ്മൾ സ്ട്രക്ചർ ഡിജിറ്റൽ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പറയാണ് ഡിവിഡൻഡ് ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഇത് ഷെയർ ചെയ്തത് CFO ആണ്, ഷെയർ ചെയ്തത് കമ്പനി സെക്രട്ടറിക്കാണ്. ദെൻ ആ കമ്പനി സെക്രട്ടറിയുടെ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ നമ്പർ ഇതാണ്.
ഇത്രയും കാര്യങ്ങൾ സ്ട്രക്ചേർഡ് ഡിജിറ്റൽ ഡാറ്റാബേസിലുണ്ടായിരിക്കണം. ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ്, ഡാറ്റാബേസ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ ഇൻറ്റേർണലി. ഇത് ഇൻറ്റേർണലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇതൊരിക്കലും ഔട്ട്സോഴ്സ് ചെയ്യാൻ പാടില്ല. ഇതിൽ എന്തുണ്ടായിരിക്കണം? ടൈം സ്റ്റാമ്പിംഗ് ഉണ്ടായിരിക്കണം. എന്താ ടൈം സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ മൊബൈലിൽ ഫോട്ടോ എടുക്കുമ്പോഴേ ഫോട്ടോയുടെ അടിയിൽ വരാറുണ്ടോ മൊബൈലിൻ്റെ പേര്, അതിൻ്റെ എടുത്ത സമയം ഒക്കെ വരാറുണ്ടോ? ഇതിനാണ് ടൈം സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്. ടൈം സ്റ്റാമ്പിംഗ് നിങ്ങൾ എഡിറ്റ് ചെയ്താൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വാട്ട് എവർ ഡോക്യുമെൻറ്റ്സ് യു ആർ കീപ്പിംഗ് ഡിജിറ്റലി യു ഷുഡ് ഹാവ് ടൈം സ്റ്റാമ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ശരിക്കും അന്നുണ്ടാക്കിയതാണോ പിന്നീട് എഡിറ്റ് ചെയ്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ പറയാൻ, നിങ്ങളുടെ വീട്ടിലൊരു വണ്ടിയുടെ ഇൻഷുറൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം സ്റ്റാമ്പ് ഉള്ള ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കണം. സാധാ ഫോട്ടോ ചേർത്താൽ പോരാ, ടൈം സ്റ്റാമ്പ് ഉള്ള ഫോട്ടോ. നല്ല ഇൻഷുറൻസ് കിട്ടില്ല പിന്നെ. ഓക്കെ, ദെൻ അത് ഇൻറ്റേർണലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരിക്കലും സ്ട്രക്ചേർഡ് ഡിജിറ്റൽ ഡാറ്റാബേസ് ഇറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻറ്റേർണലി. ഇറ്റ് ഷുഡ് നോട്ട് ബി ഔട്ട്സോഴ്സ്ഡ്. അതിലെന്തുണ്ടായിരിക്കണം? ടൈം സ്റ്റാമ്പിംഗ് ഉണ്ടായിരിക്കണം. ഓഡിറ്റ് ട്രെയിൽസ്. എന്താ ഓഡിറ്റ് ട്രെയിൽസ് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ ആര് എപ്പോൾ എന്തിനു വരുത്തി അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കണം. ദെൻ ഒരിക്കലും അത് ടാമ്പർ ചെയ്യാൻ പാടുള്ളതല്ല. ഒരു കമ്പനി, ഇഫ് എ കമ്പനി, ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്, ഇഫ് എ കമ്പനി ഷെയർസ് UPSI വിത്ത് എ മെർച്ചൻറ്റ് ബാങ്കർ ഫോർ ഫണ്ട് റൈസിങ്, ഇറ്റ് മസ്റ്റ് റെക്കോർഡ്. എന്താ ചെയ്യേണ്ടത്? ആ മെർച്ചൻറ്റ് ബാങ്കറുടെ പേര്, അവരുടെ പാൻ കാർഡ്, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മെർച്ചൻറ്റ് ബാങ്കർ എന്ത് ചെയ്യണം? ആർക്കാണ് ഈ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുക, അവരുടെയും ഡീറ്റെയിൽസ് മെർച്ചൻറ്റ് ബാങ്കറും സൂക്ഷിക്കേണ്ടതാണ്. ദെൻ പ്രിസർവേഷൻ ഓഫ് ഡാറ്റാബേസ്. ഈ ഡാറ്റാബേസ് എങ്ങനെയാണ് നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത്? ദ ഡിജിറ്റൽ ഡാറ്റാബേസ് മസ്റ്റ് ബി പ്രിസർവ്ഡ് ഫോർ മിനിമം 8 വർഷമെങ്കിലും. ഈ റിലവൻറ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞ് 8 വർഷമെങ്കിലും അത് സൂക്ഷിക്കേണ്ടതാണ്. ഇനി സെബി എങ്ങാനും അതിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നത് വരെ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. Then board of directors organizing every person required to handle a UPSI shall ensure that അത് ഞാൻ പറഞ്ഞു, അത് അതിൽ എല്ലാ ഇൻഫർമേഷൻസ് സ്ട്രക്ചർ. ട്രേഡിംഗ് വെൻ ഇൻ പൊസഷൻ ഓഫ് UPSI. എപ്പോഴാണോ നിങ്ങളുടെ കയ്യിൽ UPSI ഉള്ളത് ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്? റെഗുലേഷൻ 4 ആണ് പറയുന്നത് കേട്ടോ. റെഗുലേഷൻ 4 ആണ് പറയുന്നത്. അതിൻ്റെ ആ ചിത്രം നമുക്ക് ആദ്യം നോക്കാം. റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡിംഗ്. ട്രേഡിംഗ് വെൻ ഇൻ പൊസഷൻ ഓഫ് UPSI. റെഗുലേഷൻ 4. നിങ്ങളുടെ കയ്യിൽ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉള്ളപ്പോൾ നിങ്ങളത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളത് ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അത് വെച്ച് നിങ്ങൾ വേറൊരാളെ കൗൺസൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. ഇതാണല്ലോ നിങ്ങൾ പഠിച്ച റെഗുലേഷൻ 3. റെഗുലേഷൻ 4 പറയുകയാണ്, ദർ ആർ സർക്കംസ്റ്റാൻസസ് വെൻ യു ഹാവ് ആക്സസ് ടു UPSI. നിങ്ങളുടെ കയ്യിൽ UPSI ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നാണ് റെഗുലേഷൻ 4 പറയുന്നത്. റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡിംഗ്. Trading when in possession of UPSI. No insider to trade while in possession of UPSI. നിങ്ങളുടെ കയ്യിൽ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ട്രേഡിംഗ് ചെയ്യാൻ പാടില്ല. എക്സെപ്ഷൻസ്. അതിൻ്റെ എക്സെപ്ഷൻസ്: 1, the individuals who are in possession of UPSI were different from the individuals taking trading decision, and such decision making individuals were not in possession of such UPSI when they took the decision to trade. ഇനി ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ഇൻസൈഡർ ഇൻഡർസ് എ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ വിത്തൗട്ട് ബ്രീച്ച് ഓഫ് റെഗുലേഷൻ 3. റെഗുലേഷൻ 3 വയലേറ്റ് ചെയ്യാതെ അയാൾ ഇന്നസെൻസ് അയാൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. 1, ആ ഇൻഡിവിജ്വൽസ് ആരുടെ കയ്യിലാണോ UPSI ഉണ്ടായിരുന്നത് അയാളല്ല ഇത് ട്രേഡിങ്ങിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമെടുത്ത ആളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നില്ല? UPSI ഉണ്ടായിരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാവുന്നതാണ്. 2, appropriate and adequate arrangements were in place to ensure that these regulations are not violated and no UPSI information was communicated by the individuals possessing the information to the individuals who are taking the decision to trade. ഇനി അതുപോലെ തന്നെ കമ്പനി എന്തുകൊണ്ട് പ്രൂവ് ചെയ്യണം? നമ്മുടെ കമ്പനിയിൽ അൺപബ്ലിഷ്ഡ് പ്രൈസസ് ഇൻഫർമേഷൻ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നും ഒരു തരത്തിലും ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉള്ള ആൾ അയാൾ എന്ത് ചെയ്യുന്നില്ല? ഈ ട്രേഡ് ചെയ്യുന്ന ആളെ അസിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന സിസ്റ്റംസ് നമ്മുടെ കയ്യിലുണ്ട് എന്നും നമ്മളിത് പ്രൂവ് ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡിംഗ് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ എന്തായിരിക്കണം? അത് റെഗുലേഷൻ 5 പ്രകാരം ട്രേഡിംഗ് പ്ലാൻ പ്രകാരമുള്ള ട്രേഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? റെഗുലേഷൻ 5 പ്രകാരം ട്രേഡിംഗ് പ്ലാൻ പ്രകാരം ട്രേഡ് ചെയ്തതായിരിക്കണം. ഇനി കണക്റ്റഡ് പേഴ്സൺസ് ആണെങ്കിൽ അവർ ദേ ഹാവ് ടു പ്രൂവ് ദാറ്റ് ആക്ച്വലി അവരുടെ കയ്യിൽ ആ ട്രേഡ് ചെയ്യുന്ന സമയത്ത് UPSI ഉണ്ടായിരുന്നില്ല എന്ന് അവർക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. UPSI ഉള്ള സമയത്ത് ഒരു ഇൻസൈഡർക്ക് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ഇൻസൈഡർ ട്രേഡ് ചെയ്തുകൂടാ എന്ന് പറയുന്നു.
റെഗുലേഷൻ 4 ഓഫ് ദ സെബി പ്രൊഹിബിഷൻ ഇൻസൈഡർ ട്രേഡിംഗ് പറയുന്നത് ആൻ ഇൻസൈഡർ ഷാൾ നോട്ട് ട്രേഡ് ഇൻ സെക്യൂരിറ്റീസ്. ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ അല്ലെങ്കിൽ പ്രപ്പോസ് ടു ബി ലിസ്റ്റഡ് കമ്പനിയുടെ സെക്യൂരിറ്റികളിൽ അതിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അയാളുടെ കയ്യിൽ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉള്ളപ്പോൾ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫെയർനെസ്, ട്രാൻസ്പെറൻസി, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓഫ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഇൻസൈഡേഴ്സ്. രണ്ട് ഇൻസൈഡേഴ്സ് പരസ്പരം ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്നു, അത് കുഴപ്പമില്ല. ഓഫ് മാർക്കറ്റ് എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ അല്ലാതെ രണ്ട് ഇൻസൈഡേഴ്സ് പരസ്പരം ചെയ്യുകയാണെങ്കിൽ രണ്ടാൾക്കും ഒരേ ഇൻഫർമേഷൻ അല്ലേ ഉള്ളത്, ഒരേ ബെനിഫിറ്റിൽ ഉണ്ടാവുക. അതുകൊണ്ട് അത് എന്തായിട്ട് കണക്കാക്കില്ല, ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കില്ല. അടുത്തത് പറയുന്നത് ബോത്ത് ഇൻസൈഡേഴ്സ് കണ്ടീഷൻസ് അതിലെന്തുണ്ടാകാൻ പാടില്ല, റെഗുലേഷൻ 3യുടെ വയലേഷൻ ഉണ്ടാകാൻ പാടില്ല. രണ്ടുപേരും കോൺഷ്യസ്ലി ഡിസൈഡ് ചെയ്യണം ട്രേഡ് ചെയ്യാൻ. രണ്ടുപേരും എന്ത് ചെയ്യണം? കോൺഷ്യസ്ലി ട്രേഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യണം. UPSI വാസ് നോട്ട് ഒബ്റ്റെയിൻ ലീഗലി അണ്ടർ റെഗുലേഷൻ 3. ഒരിക്കലും നിയമപരമായിട്ടല്ലാതെ എന്താകാൻ പാടില്ല, UPSI സ്വീകരിച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് ഇൻസൈഡേഴ്സ് പരസ്പരം നടത്തുന്ന ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്തില്ല, ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ വയലേഷൻ വരുന്നില്ല. ദെൻ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്. ഇൻസൈഡേഴ്സ് എന്താ ചെയ്യേണ്ടത്? ഇൻസൈഡേഴ്സ് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവരെന്ത് ചെയ്യണം? ഇൻസൈഡർ മസ്റ്റ് റിപ്പോർട്ട് ദ കമ്പനി അബൌട്ട് ദ ഇൻസൈഡേഴ്സ് മസ്റ്റ് റിപ്പോർട്ട് ദ ട്രേഡ് ടു ദ കമ്പനി വിതിൻ 2 വർക്കിംഗ് ഡേയ്സ്. ഇൻസൈഡർ എന്താ ചെയ്യേണ്ടത്? 2 ദിവസത്തിനുള്ളിൽ കമ്പനിയെ ഇൻഫോം ചെയ്യണം. കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ 2 ദിവസം കൊണ്ട് ഇൻഫോം ചെയ്യണം. അതായത് ഒരു ഇൻസൈഡർ ഉണ്ട്, അയാൾ എന്ത് ചെയ്യുന്നു? രണ്ട് ഇൻസൈഡേഴ്സ് ഉണ്ട്, പരസ്പരം ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ആണ്, ഓഫ് മാർക്കറ്റ് ട്രേഡ് ആണ് നടത്തുന്നത്. അത് രണ്ടു പേർക്കും എന്തുണ്ട്? ഒരേ ഇൻഫർമേഷൻ ആക്സസിബിലിറ്റി ഉണ്ട്. അങ്ങനെയെങ്കിൽ അവർ നിർബന്ധ ബുദ്ധി അവർ സ്വയം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ട്രേഡ് ആണെങ്കിൽ ട്രേഡ് നടത്താം. ആ ട്രേഡ് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ആരെ ഇൻഫോം ചെയ്യണം? കമ്പനിയെ ഇൻഫോം ചെയ്യണം. ആര്? ഈ ഇൻസൈഡേഴ്സ് ഇൻഫോം ചെയ്യണം. കമ്പനി ഇന്റേൺ ഇൻഫർമേഷൻ കിട്ടി 2 ദിവസം കൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ഇൻഫോം ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കമ്പനിയിൽ 2 ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ ഡയറക്ടേഴ്സിന് അറിയാം കമ്പനി ഒരു മെർജറിന് പോവുകയാണെന്നുള്ളത്. മെർജർ എന്താണ്? ഒരു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ്. 1 ഡയറക്ടർ സെൽസ്. ഒരു ഡയറക്ടർ എന്ത് ചെയ്യുന്നു? അവരുടെ ഷെയർ പ്രൈവറ്റ് ആയിട്ട് വേറൊരു ഡയറക്ടർക്ക് ഒരു ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി വിൽക്കുന്നു. സിൻസ് ബോത്ത് ദ പാർട്ടീസ്, 2 പാർട്ടികൾക്കും UPSI അറിയുന്നത് കൊണ്ട് ദ ട്രാൻസാക്ഷൻ എന്താണ്? ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കില്ല. ഈ ട്രാൻസാക്ഷൻ അലൗഡ് ആണ്. ദെൻ അടുത്തത് എന്താണ്? ബ്ലോക്ക് ഡീൽ വിൻഡോ മെക്കാനിസം. എന്താണ് ബ്ലോക്ക് ഡീൽ വിൻഡോ മെക്കാനിസം എന്ന് പറഞ്ഞാൽ? ബ്ലോക്ക് ഡീൽ വിൻഡോ മെക്കാനിസം, ബ്ലോക്ക് ഡീൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ബ്ലോക്ക് ഡീൽ ആൻഡ് ബൾക്ക് ഡീൽ പഠിച്ചിട്ടില്ലേ? ബ്ലോക്ക് ഡീലും ബൾക്ക് ഡീലും. ട്രേഡ്സ് ആർ പെർമിറ്റഡ് ഇഫ് എക്സിക്യൂട്ടഡ് ത്രൂ എ ബ്ലോക്ക് ഡീൽ വിൻഡോ. മീനിങ് ഓഫ് ബ്ലോക്ക് ഡീൽ: ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ മിനിമം 5 ലക്ഷം രൂപയുടെ ഷെയർ 5 ലക്ഷം ഷെയർ അല്ലെങ്കിൽ 5 കോടി രൂപയുടെ ഷെയർ ആയിരിക്കണം ട്രാൻസാക്ട് ചെയ്യേണ്ടത്. ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ബ്ലോക്ക് ഡീൽ. ഒരു ബ്ലോക്ക് ഡീൽ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടഡ് ത്രൂ എ സ്പെഷ്യൽ ബ്ലോക്ക് ഡീൽ വിൻഡോ. അതിന് നമുക്കൊരു സ്പെഷ്യൽ ബ്ലോക്ക് ഡീൽ വിൻഡോ ഉണ്ട്. രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് 15 മിനിറ്റും 2 വിൻഡോ ഉണ്ട്. ആ സമയത്ത് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലോക്ക് ഡീൽ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് ദിവസത്തിൽ 2 സമയമുണ്ട്. 8:45 മുതൽ 9 മണി വരെയും 2:15 മുതൽ 2:30 വരെയും 2 സമയമാണുള്ളത്. 5 ലക്ഷം ഷെയർ അല്ലെങ്കിൽ 5 കോടി രൂപയുടെ ഷെയർ അതാണ് നമുക്കതിന് നമുക്കത് ചെയ്യാൻ പറ്റുക, നമുക്കത് കൂടെ ഡീൽ ചെയ്യാൻ പറ്റും. മിനിമം അത്രയെങ്കിലും ഉണ്ടായിരിക്കണം. A promoter sells 6 lakh shares worth ₹6 crore through the block deal window to another institutional investors. Since the transaction occurs through a block deal mechanism, it may fall under the exceptions. In a block deal വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. Block deals are permitted if executed through block deal window. നിങ്ങൾ ഇൻസൈഡർ ട്രേഡിംഗ് ആണെങ്കിൽ പോലും, നിങ്ങൾക്ക് UPSI ഉണ്ടെങ്കിൽ പോലും ബ്ലോക്ക് ഡീൽ വിൻഡോ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ അത് എക്സെപ്ഷൻ ആയിട്ട് കണക്കാക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു 5 കോടി രൂപയുടെ വാല്യൂള്ള ഷെയർ അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതൽ ഷെയർ ബ്ലോക്ക് ഡീൽ വിൻഡോ വഴി അതിൻ്റെ മെക്കാനിസം വഴിയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിനെന്തായി കണക്കാക്കും? അതിനെ ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കത്തില്ല. ക്ലിയർ ആണേ? Okay. A promoter sells 6 lakh shares worth ₹6 crore through the block deal window to another institutional investor. Since the transaction occurs through the block deal mechanism, it may fall under the exception. Then 3. Statutory or regulatory obligation. Trading is permitted when the transaction occurs due to legal requirement, regulatory obligation, bona fide statutory transaction. ഏതെങ്കിലും തരത്തിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ റെഗുലേറ്ററി ഒബ്ലിഗേഷൻ ആണ് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബൊണഫൈഡ് സ്റ്റാറ്റ്യൂട്ടറി ട്രാൻസാക്ഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ നിയമപരമായിട്ട് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? ശരിയാണ് പറഞ്ഞേ? അതിലേ പറഞ്ഞേ എന്താ ഞാൻ പറഞ്ഞപ്പോൾ? സ്റ്റാറ്റ്യൂട്ടറി ഓർ റെഗുലേറ്ററി ഒബ്ലിഗേഷൻ.
ട്രേഡിംഗ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നത്, ഇതൊരു ഇൻസൈഡർ, നിങ്ങളുടെ കയ്യിൽ UPSI ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് ചെയ്യേണ്ടി വന്നത് ഒരു ലീഗൽ റിക്വയർമെന്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ റെഗുലേറ്ററി ഒബ്ലിഗേഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ ബോണഫൈഡ് സ്റ്റാറ്റ്യൂട്ടറി ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും അതിനെ ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ കോടതി പറയാണ് നിങ്ങളോട്, നിങ്ങൾക്കറിയാം ഈ കമ്പനി പരാജയപ്പെട്ട് നിൽക്കുകയാണ്, ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ കോടതി നിങ്ങളോട് നിർബന്ധം ആ കമ്പനിയുടെ 20% ഷെയർ വാങ്ങാൻ പറയുകയാണെങ്കിൽ അതിനെ ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കില്ല. ചില സമയത്ത് പ്രൊമോട്ടേഴ്സ് എന്തെങ്കിലും ഫ്രോഡ് ചെയ്താൽ ആ ഫ്രോഡിനെ കുറിച്ച് പബ്ലിക്കിന് അറിയണ്ടാവില്ല. ആ സമയത്ത് കോടതി എന്ത് പറയും, മറ്റൊരു ഇന്ന ആളുടെ ഷെയർ ഈ പ്രൊമോട്ടറോട് വാങ്ങാൻ വേണ്ടി, നിർബന്ധം വാങ്ങാൻ വേണ്ടി പറയും. അങ്ങനെ പറയുകയാണെങ്കിലോ അതിനെ ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കില്ല. എക്സസൈസ് ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻസ്. ട്രേഡിംഗ് ഈസ് അലൗഡ് വെൻ സ്റ്റോക്ക് ഓപ്ഷൻസ് ആർ എക്സസൈസ്. ഇൻ എക്സസൈസ് പ്രൈസ് വാസ് പ്രീഡിറ്റർമിൻഡ്, ദ ഓപ്ഷൻസ് കംപ്ലൈ വിത്ത് അപ്ലിക്കബിൾ റെഗുലേഷൻ. നിങ്ങൾക്കൊരു ഇസോപ്പ് കിട്ടി, ആ ഇസോപ്പ് തരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് യാതൊരു UPSI ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ ഇസോപ്പ് എക്സസൈസ് ചെയ്ത് ഷെയർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, UPSI ഉണ്ടായിരുന്നു. വയലേഷൻ അല്ല. കാരണം എന്താണ്, നിങ്ങൾക്ക് ഈ സോപ്പ് തന്നത് UPSI ഇല്ലാത്ത സമയത്താണ്. ആ സമയത്ത് ഡിറ്റർമിൻ ചെയ്ത വിലയ്ക്കാണ് നിങ്ങൾക്ക് UPSI ആ ഈ സോപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെ ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കത്തില്ല. Even if the employee has UPSI at the time, exercising options is allowed since the price was predetermined earlier. ഇനി ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയിയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതുക. എങ്കിൽ പോലും തെറ്റില്ല. കാരണം എന്താണ്, അയാൾ ഈ ഷെയർ എത്ര രൂപയ്ക്കാണ് അയാൾക്ക് വരുന്നത് എന്നുള്ളത് മാർക്കറ്റ് ഡ്രിവൺ അല്ല, അത് പ്രീ ഫിക്സ്ഡ് ആണ്, പണ്ട് തന്നെ തീരുമാനിച്ചു കൊടുത്തതാണ്. അതിൽ യാതൊരുവിധ ഇമ്പാക്റ്റും എന്തിനില്ല, ഇൻസൈഡർ ഇൻഫർമേഷന് ഇല്ല. ദെൻ നോൺ ഇൻഡിവിജ്വൽ ഇൻസൈഡർ ചൈനീസ് വാൾ സിറ്റുവേഷൻ. എന്താണത്? നോൺ ഇൻസൈഡർ നോൺ ഇൻഡിവിജ്വൽ ഇൻസൈഡർ. For companies or institutions, trading may be permitted when the person taking the trading decision is different from the person possessing UPSI. നിങ്ങളെ ചില കമ്പനികളിൽ എന്താണ്, ഒരു ചൈനീസ് വാൾ പോളിസിയാണ്. ചൈനീസ് വാളിന്റെ പോളിസി എന്താ? ചൈനീസ് വാള്, വാട്ട് ഈസ് ചൈനീസ് വാൾ? ഒരു HR പോളിസിയാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് HR പോളിസി. നിങ്ങൾക്ക് അറിയണം അതൊക്കെ. ചൈനീസ് വാളിന്റെ ചൈന മദ്യൻ്റെ പ്രത്യേകത എന്താ? വളരെ നീളത്തിലുള്ള, വളരെ ഉയരത്തിലുള്ള, ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും വലിയ വാളുകളിൽ ഒന്നാണ്. കുറെ നുണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലണ്ടനിൽ, ചന്ദ്രനിൽ പോയ ചൈനീസ് വാൾ കാണാൻ പറ്റും. അതൊക്കെ നുണയാണ്, ഒന്നും പറ്റില്ല. ഓക്കെ, അതൊക്കെ സൂം ചെയ്ത് തന്നെ കാണണം. പക്ഷേ സംഗതി ഭയങ്കര വലുതാണ്. അതായത് വലിയൊരു രാജ്യത്തിനെ വേറൊരു രാജ്യത്തിന് വിഭജിക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് വാളിനേക്കാളും വലിയൊരു വാൾ ഇവിടെ ഉണ്ട്, രാജസ്ഥാനിലുണ്ട്. നമുക്കറിയില്ല, നമുക്കതൊന്നും വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിന് മൈൻഡ് ചെയ്യാറില്ല. നമുക്കത് ഇഷ്ടമല്ലല്ലോ. അവിടെയും ചൈനീസ് വാൾ അവർ മാത്രമൊന്നുമല്ല കെട്ടിയിട്ടില്ല. കുറേ ആൾക്കാർ അവർ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇൻവേഡേഴ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വാൾ കെട്ടുന്നത്. അപ്പോൾ ചൈനക്കാർ അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ചൈനീസ് വാൾ പോളിസി എന്ന് പറഞ്ഞാൽ ഒരാൾ അപ്പുറത്ത് പരസ്പരം കാണാനോ സംസാരിക്കാനോ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഒരു ചൈനീസ് വാൾ പോളിസിയാണ്. HR പറയുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അറിയാൻ പാടില്ല, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് അറിയാൻ പാടില്ല, HR ചെയ്യുന്നത് ഫിനാൻസ് അറിയാൻ പാടില്ല. അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ അധികാരം ഉണ്ടായിരിക്കണം. ആ ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഇതിനാണ് എന്ത് പറയുന്നത്, ചൈനീസ് വാൾ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയിലെ UPSI വരുന്ന സമയത്ത് UPSI വന്നു കഴിഞ്ഞാൽ അത് ചൈനീസ് വാൾ വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, ആ UPSI ആരുടെ കയ്യിലാണോ ആക്സസ് ഉള്ളത് അയാൾക്ക് മാത്രമേ ആ ഇൻഫർമേഷൻ അറിയുള്ളൂ. യാതൊരു തരത്തിലും വേറെ ആൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആ ട്രേഡിംഗ് തീരുമാനമെടുക്കുന്നത് ഈ ചൈനീസ് വാളിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കത്തില്ല. For the person taking the trading decision, ആരാണോ ട്രേഡിംഗ് ചെയ്യാൻ തീരുമാനമെടുക്കുന്നത് അയാളും ആരുടെ കയ്യിലാണോ UPSI ഉള്ളത് അയാളും രണ്ടാണെന്നുണ്ടെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കില്ല, അതിനെ ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കില്ല. പക്ഷേ ആൾസോ അഡിക്വേറ്റ് ഇൻഫർമേഷൻ ബാരിയേഴ്സ് മറ്റ് എക്സിസ്റ്റ്. നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഇൻഫർമേഷൻ ബാരിയർ ഉണ്ടായിരിക്കണം. ഒരിക്കലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകരുത്. then there should be no evidence of breach of such arrangement. ആ അറേഞ്ച്മെന്റ് ബ്രീച്ച് ചെയ്തായിട്ട് ഒരു എവിഡൻസും ഉണ്ടാകാൻ പാടില്ല. റിയൽ ചൈനീസ് വാൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, അതിന് തീരുമാനമെടുക്കുന്ന ആളും ട്രേഡ് ചെയ്യുന്ന ആളും വ്യത്യസ്തരാണെന്നുണ്ടെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കില്ല, ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കില്ല. ദെൻ ട്രേഡ്സ് അണ്ടർ ദ അപ്രൂവ്ഡ് ട്രേഡിംഗ് പ്ലാൻ. ഇനി അടുത്ത എന്താണ്, നിങ്ങൾക്കൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ട്. എന്താണ് ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, മുൻപ് തന്നെ ഞാൻ ആൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ഇന്ന ഷെയർ ഇന്ന ദിവസം ട്രേഡ് ചെയ്യും എന്നുള്ളത്. ആ ട്രേഡിംഗ് പ്ലാൻ ഞാൻ കമ്പനിക്ക് കൊടുത്ത് അപ്രൂവ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡിംഗ് പ്ലാൻ പ്രകാരം ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കില്ല. റെഗുലേഷൻ 5 പ്രകാരം നിങ്ങൾ ആൾറെഡി തീരുമാനിച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ പ്രകാരമാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് എന്താണ്, വയലേഷൻ അല്ല. അത് എന്തായിരിക്കണം, റെഗുലേഷൻ 5 പ്രകാരം ക്രിയേറ്റ് ചെയ്തായിരിക്കണം. നിങ്ങളുടെ കംപ്ലയൻസ് ഓഫീസർ അതെന്തായിരിക്കണം, അത് അപ്രൂവ് ചെയ്തിരിക്കണം.
So trades under an approved trading plan. Trading is allowed if the trades are executed under a trading plan formulated under Regulation 5 approved by the compliance officer. Regulation 5 പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ, ഏത് ട്രേഡിംഗ് പ്ലാൻ ആണോ കംപ്ലയൻസ് ഓഫീസർ അപ്രൂവ് ചെയ്തിട്ടുള്ളത് അത് പ്രകാരം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിനെന്തില്ല, ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കില്ല. പ്രിസംപ്ഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്, പിന്നെ താഴെ പറയുന്ന സിറ്റുവേഷൻസിൽ അയാളെ ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്തതായിട്ട് കണക്കാക്കും. എപ്പോഴൊക്കെയാണ്? When a person trades while possessing UPSI, it is presumed that the trade was motivated by UPSI. നിങ്ങളുടെ കയ്യിൽ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആക്സസ് ഉണ്ട്. നിങ്ങളൊരു ട്രേഡ് ചെയ്യുന്നു എങ്കിൽ അത് UPSI ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്ന് ചോദിക്കുക പോലുമില്ല, നിങ്ങൾ UPSI ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, അങ്ങ് പ്രിസ്യൂം ചെയ്യും. ബർഡൻ ഓഫ് പ്രൂഫ്, ഇത് അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യം ആർക്കാണ്? കണക്റ്റഡ് പേഴ്സൺസിന്. അവർ പ്രൂവ് ചെയ്യണം അയാളുടെ കയ്യിൽ UPSI ഇല്ല എന്നുള്ളത്. മറ്റുള്ള പേഴ്സൺസിന് എന്താണ് ചെയ്യേണ്ടത്? സെബി മസ്റ്റ് പ്രൂവ് പൊസഷൻ ഓഫ് UPSI. കണക്റ്റഡ് പേഴ്സൺസ് ആണെങ്കിൽ അവരാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ത്, അവരുടെ കയ്യിൽ UPSI ഇല്ല എന്നുള്ളത്. കണക്റ്റഡ് പേഴ്സൺസ് അല്ലാത്ത സിറ്റുവേഷനിൽ സെബി പ്രൂവ് ചെയ്യണം ഇയാളുടെ കയ്യിൽ എന്നുണ്ട് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടെന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു പേഴ്സൺ അയാളുടെ കയ്യിൽ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉള്ള സമയത്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്തത് എന്ന് പ്രസ്യൂം ചെയ്യും. ആരാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്? കണക്റ്റഡ് പേഴ്സൺസ് ആണെങ്കിൽ കണക്റ്റഡ് പേഴ്സൺസ് തന്നെ പ്രൂവ് ചെയ്യണം. ദെൻ മറ്റുള്ള ആൾക്കാരാണെങ്കിൽ സെബിയാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ത്, അയാളുടെ കയ്യിൽ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എന്നും അത് ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്തതെന്നും. ഒരു എക്സാമ്പിളാണ് പ്രണോയ് റോയ് വേഴ്സസ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പ്രണോയ് റോയ് എന്ന് അറിയുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? പ്രണോയ് റോയ്, രാധിക റോയ്, അരുന്ധതി റോയ്. അരുന്ധതി റോയ് അറിയാം. മറ്റേ ചുറുചുറുണ്ട സ്പ്രിങ് മുടിയൊക്കെ ആയിട്ടുള്ള സ്ത്രീ, എപ്പോഴും ഇന്ത്യക്കെതിരെ കുറ്റം പറയുന്ന സ്ത്രീ, കോട്ടയംകാരി സ്ത്രീ, ദ ഗോഡ് ഓഫ് ബിഗ് തിങ്സ് എഴുതിയ സ്ത്രീ, ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എഴുതിയ സ്ത്രീ. യാസ്മിൻ ഷായുടെ ക്ലോസ് ഫ്രണ്ട്, അതാരാന്ന് വെച്ചാൽ ഞാൻ പറയാം, സെപ്പറേറ്റിസ്റ്റ് ലീഡറാണ്. ഇതാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയും പ്രണോയ് റോയായിട്ട് വല്ല ബന്ധമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ആലോചിക്കാൻ കിട്ടുന്നുണ്ടോ? ആരെങ്കിലും? ഈ പ്രണോയ് റോയും അരുന്ധതി റോയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു TV ചാനൽ തുടങ്ങാനുണ്ടായി. ആ TV ചാനൽ ഇപ്പൊ അദാനി വാങ്ങി, സോണിയ വാങ്ങി. ഈ ചാനലിലായിരുന്നു ബർക്കാ ദത്ത്, രാജ്ദീപ് സർദേശായി, അർണാബ് ഗോസ്വാമി പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. ഇതിൽ ബർക്കാ ദത്ത് ബോംബെ അറ്റാക്ക് സമയത്ത് ടെററിസ്റ്റുകൾക്ക് ലൈവ് ലൊക്കേഷൻ ടെലികാസ്റ്റ് ചെയ്ത് കൊടുത്തു എന്ന കേസിൽ കുടുങ്ങി. ഇന്ത്യ കാർഗിൽ യുദ്ധ സമയത്ത് എവിടെയാണോ ബോഫേഴ്സ് തോക്കുണ്ടായിരുന്നത് അവിടുന്ന് അവർ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് പാകിസ്ഥാനെ സഹായിച്ചു എന്ന് അക്യൂസ് ചെയ്യപ്പെട്ട ആളാണ്. അവരിന്ന് ഒരു കമ്പനിയിലും വർക്ക് ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ നടത്തി ജീവിക്കുകയാണ്. അറിയില്ല, 4 അക്ഷരമേ ഉള്ളൂ പേരിൽ, ക്യാപിറ്റൽ ലെറ്ററിലാണ് പേര്. NDTV, ന്യൂഡൽഹി ടെലിവിഷൻ എന്നാണ് എൻ്റെ പേര്. NDTV, BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പോലെ ഒരു പേരുണ്ടാക്കിയതാണ് പ്രണോയ് റോയും രാധിക റോയും തമ്മിൽ. ഈ പ്രണോയ് റോയ്ക്ക് പൈസ വന്നപ്പോൾ, ആവശ്യം വന്നപ്പോൾ ഇയാൾ അദാനിയിൽ നിന്ന് കടം വാങ്ങി. അദാനി ഏതാ മുതൽ കടം വാങ്ങി പൈസ തിരിച്ചു വെക്കാൻ പറ്റാണ്ടായപ്പോൾ കമ്പനി തന്നെ എഴുതി വാങ്ങി എന്നൊക്കെയാണ് കഥ. അത് നമുക്ക് കുറേശ്ശെ പഠിക്കാം. അങ്ങനെ അവസാനം ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ ചാനലായിരുന്നു NDTV. അത് മുഴുവൻ ആരുടെ കയ്യിലായി? ഇപ്പോൾ അദാനിയുടെ കയ്യിലാണ്. ഓക്കെ, നമുക്ക് പ്രണോയ് റോയുടെ കേസ് നോക്കാം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇത് സുപ്രീം കോടതി എടുത്ത ഡിസിഷനാണ് 2021. ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. SEBI investigated insider trading in the shares of NDTV during September 2006 and June 2008. സെപ്റ്റംബർ 2006 മുതൽ ജൂൺ 2008 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇൻസൈഡർ ട്രേഡിംഗ് എവിടെ നടന്നിരുന്നു? NDTVയിൽ നടന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് SEBI അവർക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് പ്രണോയ് റോയും രാധിക റോയും NDTV ഷെയറിൽ ട്രേഡ് ചെയ്തിരുന്നു. ആ സമയത്ത് അവരുടെ കയ്യിൽ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്തു. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് 26 ഡിസംബർ 2007 എന്താണ് ഷെയർസ് 48,30,850 ഷെയർ വാങ്ങി. ഒരു ഷെയറിൻ്റെ വില 400 രൂപയായിരുന്നു. ഈ ഷെയറുകളെല്ലാം 17 ഏപ്രിൽ 2008 435 രൂപ 10 പൈസയ്ക്ക് അവർ വിറ്റു. ഇവരുടെ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, കമ്പനിയുടെ ബോർഡ് ദേ വർ കൺസിഡറിങ് ഓഫ് റീഓർഗനൈസേഷൻ ഓഫ് NDTV. NDTVയുടെ റീഓർഗനൈസേഷൻ അവർ ഡിസ്കസ് ചെയ്യാൻ പോകുമായിരുന്നു.
ദെൻ പോസിബിൾ ഡീമർജർ ഓഫ് ബിസിനസ്സിനെ ഡീമർജ് ചെയ്യാനും അവർ ആഗ്രഹിച്ചിരുന്നു. ഇതെന്താണ്? UPSI ആണ്. അതായത് കമ്പനി എന്താണ് റീഓർഗനൈസേഷൻ ആൻഡ് റീമർജർ എന്താണത്? അത് ഡെഫിനറ്റ് ആയിട്ടും UPSI ആണ്. ഈ ഇൻഫർമേഷൻ അവർ കൊണ്ടായിരുന്ന സമയത്ത് 400 രൂപയ്ക്ക് ഷെയർ വാങ്ങി 435 രൂപയ്ക്ക് അവർ ഷെയർ വിറ്റു. 400 രൂപയ്ക്ക് വാങ്ങിയിട്ട് 435 രൂപയ്ക്ക് അവർ ഷെയർ വിറ്റു. അപ്പോൾ എത്ര മാത്രമാണ് പ്രോഫിറ്റ് അവർ ഏൺ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 435 മൈനസ് 400 35 രൂപ 10 പൈസ ഇൻറ്റു ആ എമൗണ്ട് എത്രമാത്രം ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിട്ട് അത്രയും ക്വാണ്ടിറ്റി അറൗണ്ട് 16,97,38,335. ദ പ്രൊമോട്ടേഴ്സിന് 16.97 കോടി രൂപ ലാഭമുണ്ടായി എന്ന് സെബി കണ്ടെത്തി. സെബി പറഞ്ഞത് ഈ റോയ് ഫാമിലി, അതായത് ഹസ്ബൻഡും വൈഫും പ്രണോയ് റോയും രാധിക റോയും, ഇവർ മലയാളികളൊന്നും അല്ല കേട്ടോ, മലയാളികളൊന്നുമല്ല, ഇവര് ബംഗാളികളാണ് കേട്ടോ. പ്രണോയ് റോയും രാധിക റോയും ഇൻസൈഡേഴ്സ് ആണ്. ദേ ട്രേഡഡ്, അവരുടെ കയ്യിൽ എപ്പോഴാണോ UPSI ഉണ്ടായിരുന്നത് ആ സമയത്താണ് അവർ ട്രേഡ് ചെയ്തത്. അവർ സെക്ഷൻ 12 അല്ലെങ്കിൽ റെഗുലേഷൻ 3(4) ഓഫ് PIT റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തു. സെബി പറഞ്ഞത് ഇവരിൽ നിന്ന് 16.97 കോടി രൂപ പിടിച്ചെടുക്കാൻ പറഞ്ഞു. 6% പലിശയോട് കൂടി പിടിച്ചെടുക്കാൻ പറഞ്ഞു. 2 വർഷം അവരെ സെക്യൂരിറ്റി മാർക്കറ്റിൽ നിന്നും ബാൻ ചെയ്തു. ദെൻ സെബിയുടെ ഓർഡറിനെതിരെ അവരെവിടേക്ക് പോയി? സാറ്റിലേക്ക് അപ്പീലിന് പോയി. സാറ്റ് ഇനീഷ്യലി എന്താ പറഞ്ഞത്? അവരോട് 50% എമൗണ്ട് കെട്ടിവെക്കാൻ പറഞ്ഞു, എന്നിട്ട് ഞങ്ങൾ അപ്പീൽ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. സാറ്റിലൊന്നും നിങ്ങൾക്ക് പോയിട്ട് നേരിട്ട് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പീൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ എത്രയാണോ അവർ വിധിച്ചിട്ടുള്ളത് ആ വിധിയുടെ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് പൈസ കെട്ടിവെക്കണം നിങ്ങൾ കോടതിയിൽ, എന്നാലേ കേസ് കേൾക്കുള്ളൂ. കേൾക്കില്ല അല്ലെങ്കിൽ എല്ലാവരും അപ്പീലിന് പോയില്ലേ? 50% കെട്ടിവെക്കാൻ പറഞ്ഞു. ഇവർ ആ 50% എമൗണ്ട്, അതായത് കഷ്ടി 10 കോടി രൂപകളും 9 കോടി രൂപകളും കെട്ടിവെക്കണം. ആ പൈസ കെട്ടിവെക്കാൻ പറഞ്ഞപ്പോൾ അതില്ല എന്ന് പറഞ്ഞ് അവർ സുപ്രീം കോടതിയിൽ പോയി. ദേ വെന്റ് ടു സുപ്രീം കോർട്ട്. ദ സുപ്രീം കോർട്ട് റൂൾഡ് appeal should be heard without insisting on deposit. No amount should be coercively recovered during the appeal process. അപ്പീൽ അവർ ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഡെപ്പോസിറ്റ് ഇൻസിസ്റ്റ് ചെയ്യേണ്ട. അവർ എന്തായാലും പറ്റിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇത് പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾ അപ്പീൽ കേൾക്കേണ്ടതാണ്. ഈ അപ്പീൽ കേൾക്കുന്ന സമയത്ത് അവരിൽ നിന്നും പണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധ ബുദ്ധിയ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇതിന് ഫൈനൽ ഡിസിഷനൊക്കെ വന്നു. അവർ ടാക്സ് ഒക്കെ അടച്ചു വിട്ടു. അവർ വൃത്തിയായിട്ട് പെനാൽറ്റിയൊക്കെ അടച്ച് മാന്യന്മാരെ കമ്പനി വിറ്റ് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കേസ് ലോട്ട് 2 ശ്രുതി വോറ ആൻഡ് അതേഴ്സ് വേഴ്സസ് സെബി 2021 സാറ്റിന്റെ ഡിസിഷനാണ്. ഇഷ്യൂ ഇങ്ങനെയായിരുന്നു. വാട്സാപ്പ് മെസ്സേജസ് സർക്കുലേറ്റ് ആൻഡ് ഗ്രൂപ്പ്സ് കണ്ടെയ്ൻ. അവർക്ക് കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെസ്സേജുകൾ അയച്ചു. ഫിനാൻഷ്യൽ ഫിഗേഴ്സ്, കമ്പനികളുടെ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് അയച്ചു. ലൈക്ക് വിപ്രോ, ബജാജ് ആട്ടോ, ഏഷ്യൻ പെയിന്റ്സ്, അംബുജ സിമെന്റ്സ്, ബാറ്റ ഇന്ത്യ, മൈൻട്രി, ഈ കമ്പനികളുടെയൊക്കെ എന്താണ് അവരുടെ ഡാറ്റകൾ അവരെന്ത് ചെയ്തു? ഇങ്ങനെ നമ്മൾ ചിത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് വാട്സാപ്പിൽ ഇങ്ങനെ നമുക്ക് കിട്ടിയ ഗ്രൂപ്പൊക്കെ ചെറുതാന്ന് ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ? ചില ആൾക്കാരുണ്ടല്ലോ, ഈ ഫോട്ടോ 100 പേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, ഇനി നിങ്ങൾ 99 ആൾക്കാരൊക്കെ ഷെയർ ചെയ്യുന്ന തല പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന വിരുദ്ധമാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയായിരുന്നു ഞാൻ അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ അവരപ്പോൾ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇവൻ തിരിച്ച് അയക്കാൻ അയച്ചു കൊടുക്കുക. അയാൾ അടിച്ചാട് വലിക്കട്ടെ. അത് ഒരിക്കലും ഷെയർ ചെയ്യരുത് കേട്ടോ. അതവിടെ പറഞ്ഞ പ്രശ്നം, ഈ ചേച്ചിക്ക് പറ്റിയ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ശ്രുതിക്ക് പറ്റിയ പ്രശ്നം എന്താണ്? ഇവരെന്ത് ചെയ്തു? കിട്ടിയ മെസ്സേജ് അതേപോലെ ഫോർവേഡ് ചെയ്യാണ്. നാട്ടുകാർക്ക് മുഴുവൻ ഇങ്ങനെ ഫോർവേഡ് ചെയ്തു. ആരും അയച്ചു തന്നത് വിപ്രോയുടെ ഫിനാൻഷ്യൽ റിസൾട്ട് എങ്ങനെയാവും, അല്ലെങ്കിൽ മൈൻട്രിയുടെ ഫിനാൻഷ്യൽ റിസൾട്ട് എങ്ങനെയാവും എന്നപ്പോൾ ആ ചിത്രം അങ്ങനെ അയച്ചു കൊടുത്തു. ഗതികേടെന്ന് പറയട്ടെ, അവരുടെ ഒറിജിനൽ റിസൾട്ട് ഇവർ അയച്ചു കൊടുത്ത ഡീറ്റെയിൽസും ഒരുപോലെയായി, ആൾമോസ്റ്റ് സെയിം ആയിരുന്നു. ഇറ്റ് ഇസ് ആക്ച്വൽ റിസൾട്ട്സ് ലേറ്റർ അനൗൺസ്ഡ്. ഇറ്റ് വാസ് ക്ലോസ്ലി മാച്ച്ഡ്. സെബി എന്താ പറഞ്ഞത്? അവരോട് സെബി ഇമ്പോസ്ഡ് എ പെനാൽറ്റി ഓഫ് 15 lakh rupees ഈച്ച് ഓൺ 4 individuals ഫോർ സർക്കുലേറ്റിംഗ് UPSI. അങ്ങനെ വാട്സാപ്പ് മെസ്സേജ് അയച്ചതിന് 15 ലക്ഷം രൂപ പെനാൽറ്റി ഓരോരുത്തർക്ക് മാറി കൊടുത്തു, സെബി കൊടുത്തു. വാട്സാപ്പൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതും എൻക്രിപ്ഷൻ ഇല്ല ഇനി. അതായത് ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പണി കിട്ടുന്നത് വാട്സാപ്പിനാണ്. കാരണം ഒരേ കമ്പനിയുടെ ആണല്ലോ. ദെൻ ഡിഫോൾട്ട് ബൈ ഡിഫൻസ് ബൈ അപ്പലൻസ് എന്താ ഡിഫെൻഡ് ചെയ്തത്? ദേ ആർഗ്യൂഡ് ദാറ്റ് അവരല്ല ഈ മെസ്സേജ് ഉണ്ടാക്കിയത്, അവർക്ക് കിട്ടിയ മെസ്സേജ് മാത്രം നമ്മൾ അവർ ഫോർവേഡ് ചെയ്യാണ് ചെയ്തത്. ഇൻഫർമേഷൻ മേ ഹാവ് കം ഫ്രം പബ്ലിക് സോഴ്സസ് ലൈക്ക് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ്സ്. ഈ ഇൻഫർമേഷൻ വന്നത് എവിടെ നിന്നായിരിക്കാം? ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ്സ് നിന്നായിരിക്കാം വന്നത്. ഞങ്ങൾ ആരും ക്രിയേറ്റ് ചെയ്തതല്ല, ഇത് ഞങ്ങൾക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യാണെന്ന് പറഞ്ഞത്. ഈ എക്സാമ്പിൾ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. വാട്സാപ്പ് മെസ്സേജ്: വിപ്രോയിൽ റവന്യൂ 13,700 കോടി, PBIT 23,23, PBT 27,58. ആക്ച്വൽ റിസൾട്ട് റവന്യൂ 13,764, അപ്പോൾ PBIT 23,23, ദെൻ PBT എന്താണ് 27,52. ഡീവിയേഷൻ വാസ് വെരി സ്മാൾ. സാറ്റ് പറഞ്ഞത്, സാറ്റ് ഈ പെനാൽറ്റി സെറ്റ് അസൈഡ് ചെയ്തു. റീസൺ സെബി ഫെയിൽ ടു പ്രൂവ് ദാറ്റ് മെസ്സേജ് വാസ് ആക്ച്വൽ UPSI. സെബി ഇത് കോടതി ഗവൺമെന്റിനെതിരെയും വിധിക്കൂട്ടാ.
സാറ്റ് പറഞ്ഞത് സെബിക്ക് ഇത് ആക്ച്വൽ UPSI ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അതായത് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പലൻസ് were not the originators. It was true that actually they were not the അവരല്ല ഈ മെസ്സേജ് ഒറിജിനേറ്റ് ചെയ്തത്. സിമിലർ മെസ്സേജസ് എക്സിസ്റ്റഡ് ദാറ്റ് ഡിഡ് നോട്ട് മാച്ച് വിത്ത് ഫൈനൽ റിസൾട്ട്. ഇവരയച്ച പല മെസ്സേജിലും അതിന് ഏതോ ഒരു ഇൻഫർമേഷൻ മാത്രമേ മാച്ച് ചെയ്തുള്ളൂ, പല ഇൻഫർമേഷനും മാച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സാക്ട് ഇൻഫർമേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. നോ പ്രൂഫ് ദാറ്റ് അപ്പലൻസ് ന്യൂ ദ ഇൻഫർമേഷൻ വാസ് UPSI. ഇനി അവർക്ക് അത് UPSI എന്ന് അറിയാനുള്ള ഒരു പ്രൂഫും അവരുടെ കയ്യിൽ അത് അൺപബ്ലിഷ്ഡ് പ്രൈസിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് അറിയാമെന്ന് പറയുന്ന ഒരു പ്രൂഫും അവൈലബിൾ ആയിരുന്നില്ല. സോ ഒരു വാട്സാപ്പ് മെസ്സേജും ജസ്റ്റ് ഫോർവേഡ് ചെയ്തുകൊണ്ട് മാത്രം കൊടുക്കണമെന്നില്ല. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇൻസൈഡ് UPSI നിങ്ങൾക്ക് അറിഞ്ഞാണ് ഷെയർ ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിപ്പോൾ വിപ്രോയുടെ മാത്രം അയച്ചിരുന്നെങ്കിലോ പെട്ടു. ഇവിടെ സുധീർ ബോറ ചെയ്തത് എന്താണ്? വിപ്രോയോടൊപ്പം കുറേ എണ്ണം അയച്ചു, അതിൽ വിപ്രോ മാത്രം ഹിറ്റ് ചെയ്തു. ഒരു എക്സാമ്പിളിന് അത് ഹിറ്റ് ചെയ്തപ്പോൾ സെബി കേസ് എടുത്തു, സെബി പെനാൽറ്റി ഇമ്പോസ് ചെയ്തു. അതിന് സുപ്രീം കോടതി ഒരു പൂള കാശുണ്ടാവണം നമ്മുടെ കയ്യിൽ. ആദ്യം സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞത്, നോക്കൂ, ഇത് ഇയാളല്ല, നമ്മൾ ടെക്നിക്കലി നോക്കുന്ന സമയത്ത് ഇയാളിൽ നിന്ന് ഒറിജിനേറ്റ് അല്ല, വേറെ ആരും അയച്ച മെസ്സേജ് ഫോർവേഡ് ചെയ്തതാണ്. പിന്നെ ഇയാൾ ഈ മെസ്സേജ് മാത്രം ഒന്നും അയച്ചുള്ളൂ, ചറവറാന്ന് കിട്ടിയ മെസ്സേജ് മുഴുവൻ ഫോർവേഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ മെസ്സേജിൽ ഒരെണ്ണം മാത്രമേ ഹിറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇയാളെ തെറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇയാൾക്ക് ഈ ഇൻഫർമേഷൻ ഉണ്ട് എന്നത് പ്രൂവ് ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. സെബിക്ക് ഒരു കൊട്ടു കൊടുക്കുകയാണ്, ഒരു കേസും കൊണ്ട് വരുമ്പോൾ പ്രൂവ് ചെയ്തിട്ട് വന്ന് പ്രൂവ് ചെയ്യാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫോർവേഡ് മെസ്സേജ് കൊണ്ട് മാത്രം കൊടുക്കണമെന്നില്ല, പക്ഷേ കൊടുങ്ങാൻ അത് മാത്രം മതിയാകും ചില സമയത്ത്. ഓക്കെ, ഇത്രയും വരെ നമ്മൾ ഇന്ന് എടുക്കുന്നത്. വിൽ സ്റ്റോപ്പ് ഹിയർ ഫോർ ദ ഡേ. നാളെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നിങ്ങളുടെ ഏരിയ ആണത്. ഏതാണത്? ട്രേഡിംഗ് പ്ലാൻ കേട്ടോ. ട്രേഡിംഗ് പ്ലാൻ വിൽ സ്റ്റാർട്ട് ഫ്രം ടുമാറോ.